നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിങ്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കേൾക്കാൻ ശ്രമിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഷാഫിൻ സ്പേസിന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോ ആൻഡ് വാച്ച് ഫ്രം ദർ. ഓക്കെ, ഷാഫിൻ സ്പേസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, എൻ്റെ പേഴ്സണൽ പേജാണ്. അപ്പോൾ അതിൽ യൂട്യൂബിലുണ്ട്, അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാൻ പോയിട്ട് കേൾക്കുക. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ റീക്യാപ്പോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്താ വെച്ചാൽ തോട്ട് അബൌട്ട് വെൽത്ത് അട്രാക്ട് വെൽത്ത്. ചിന്തകൾ, സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് എന്ത് ചെയ്യുന്നു? വെൽത്ത് അട്രാക്റ്റ് ചെയ്യാൻ, സമ്പത്ത് അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ചിന്തകൾ കൂടുതലും എന്ത് ചെയ്യുക, സമ്പത്തിനെ കുറിച്ചാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരും. അടുത്തതെന്ന് വെച്ചാൽ വെൻ യു ഹാവ് ഫിനാൻഷ്യൽ അവയർനെസ് ഇൻ യുവർ സെൽഫ്, വെൽത്ത് അക്യുമുലേറ്റ്സ് ഇൻ യുവേഴ്സ്. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ വാചകം തന്നെയാണ്, സംഭവം തന്നെയാണ്. അതായത് സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, ബോധം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. പണം ഉണ്ടാക്കണം, പണം വരണം, സമ്പത്ത് വേണം, സമ്പത്ത് നല്ലതാണ് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികൾ. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഗിവ് ആൻഡ് റിസീവ് വെൽത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. പണം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ചെയ്യുക. താങ്ക് യു പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫീൽ ചെയ്തിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ, എനിക്കിത് കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ട്. പിന്നെ പറഞ്ഞതാണ് ഗിവ് മണി ടു യുവർ പാരൻസ് ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ എമൗണ്ട്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും പാരൻസിന് എന്ത് ചെയ്യുക, കുറച്ച് പണം കൊടുക്കുന്നത് നിങ്ങളിൽ സമ്പത്ത് വർദ്ധിക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെഷൻ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പോയിട്ട് കാണാൻ ശ്രമിക്കാം. ദെൻ ഡു ചാരിറ്റി, ഇറ്റ് വിൽ ഗിവ് ആൻ അബണ്ടന്റ് മൈൻഡ് സെറ്റ്. എന്താ പറയുക, ചാരിറ്റി ചെയ്യുക. ഒരുപാട് ചെയ്യുക എന്നുള്ളതല്ല, ചെറിയ ഉള്ളതിൽ നിന്ന് നമുക്ക് എത്രയാണോ കൊടുക്കാൻ കഴിയുന്ന ആ ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് അത് ചാരിറ്റി ലെവലിൽ എന്ത് ചെയ്യുക, എല്ലാ മാസവും കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവും, കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള. അപ്പോൾ അതൊരു വളരെ നല്ല പവർഫുൾ ആയ സംഗതി. ഇത് പറഞ്ഞ പോലെ തന്നെ സെഷൻ കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സെഷനായിരുന്നു, പോയിട്ട് കേൾക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. വെൽത്ത് ക്രിയേഷനിൽ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ സമ്പത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എന്താ പറയുക, ഇതൊരു നോളജ്, നമുക്ക് പണം ഉണ്ടാക്കാനുള്ള അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതും അതേപോലെ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ റിച്ച് ഇസ് ദ നോളജ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് സമ്പത്ത് ഉണ്ടാക്കുന്നവരും നമ്മളുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അറിവിൻ്റെ വ്യത്യാസമാണ്. അവർക്ക് അതിനുള്ള അറിവുണ്ട്, നമുക്കതിനുള്ള അറിവില്ല. മണി മേക്കിംഗ് ഇസ് നോട്ട് എ പ്രോബ്ലം ഓഫ് ഹാർഡ് വർക്ക്, ബട്ട് ഇസ് എ പ്രോബ്ലം ഓഫ് ലാക്ക് ഓഫ് നോളജ്. അതായത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലേ പണം ഉണ്ടാവൂ എന്നുള്ള തിങ്കിങ് അല്ല വേണ്ടത്. നമുക്ക് ജീവിക്കാനും നമുക്ക് വളരെ എന്താ പറയുക, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാക്കാൻ ചില അറിവ് നമുക്കുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട പണം, കോടികൾ സമ്പാദിക്കണമെങ്കിൽ പണിയെടുക്കണം. ഓക്കെ, കോടികൾ സമ്പാദിക്കണമെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും, നന്നായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും. അല്ലെങ്കിലും പണിയെടുക്കണം, ഉണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ജീവിക്കാനുള്ള, നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള, പണം ഉണ്ടാക്കാനുള്ള നോളജും സംഗതികളൊക്കെ നിങ്ങൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഏൺ ചെയ്യാനുള്ള സൗകര്യം ഈ ലോകത്ത് അവൈലബിൾ ആണ്, ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. പിന്നെ പറഞ്ഞിരുന്നത് വെൽത്ത് ക്രിയേഷൻ ട്രാൻസ്പ്ലാന്റ് സൈക്കോളജി എന്നുള്ള ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ അതേ സൈക്കോളജി, മനോപഘടന നമ്മളുടെ മനസ്സിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് ഓഫ് സക്സസ്ഫുൾ ആൻഡ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ, സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണ്? അവർ ചിന്തിക്കുന്നത് വെച്ചാൽ ക്രിയേറ്റ് വെൽത്ത് ഇൻ യുവർ മൈൻഡ്, ഔട്ടർ വേൾഡ് വിൽ മാനിഫെസ്റ്റ്. അതായത് ഉള്ളിൽ പണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പണം വരും എന്നുള്ളതാണ്. അത് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉള്ളിൽ എപ്പോഴും ദാരിദ്ര്യമോ മറ്റുള്ള സംഗതികളോ കാര്യങ്ങളോ ചിന്തിക്കാതെ പണത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. ഐഡിയാസ് ആർ ദ സീഡ്സ് ഓഫ് വെൽത്ത്. സമ്പത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബിസിനസ് ആശയങ്ങളുണ്ടെങ്കിൽ, അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പണം ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും, സമ്പത്ത് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഐഡിയാസ് ഈസ് ഈക്വൽ ടു ബില്യൺസ്. അതായത് ബില്യൺസിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു $1 ബില്യൺ ഐഡിയ വേണം. അതായത് മില്യൺസോ ബില്യൺസോ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചോളൂ, മില്യൺസ് ഓർ ബില്യൺസ് നിങ്ങൾക്ക് ശതകോടീശ്വരനാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, വലിയ കോടികളൊക്കെ സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്രയും കോടികൾ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ അത്രയും കോടികൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാല്യൂ ഉള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം.
അത്തരത്തിലുള്ള ഒരു ആശയം, ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ല പോസിറ്റീവായ തിങ്കിങ്ങും അല്ലെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകത, തിങ്ക് ബിഗ്, തിങ്ക് ഫാസ്റ്റ്, തിങ്ക് അഹെഡ്. വലുതായി ചിന്തിക്കുക, വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, അതേപോലെ മുൻകൂട്ടി കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ടാവണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക? ബൈ പ്രാക്ടീസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ആ രീതിയിൽ കൂടുതൽ ഇൻറ്റൻസീവായിട്ട് തിങ്ക് അഹെഡ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അത് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ചിന്താഗതി നമ്മൾ വളർത്തിയെടുത്താൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വെച്ച് തുടങ്ങുക. അപ്പോൾ അത് പ്രാക്ടീസായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യൽ എന്താണ്? തിങ്ക് അഹെഡ് ആണ്. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇന്ന ആളിൻ്റെ ഇന്ന വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി നമുക്ക് ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചിന്തിച്ച് തുടങ്ങുന്നത് ഒരു തിങ്ക് അഹെഡ് എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ്. എന്നിട്ട് അതിൻ്റെ ഒരു പ്രെഡിക്റ്റും ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അയാൾ എന്നോട് വന്ന് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. ചിലരൊന്നും അങ്ങനെയൊന്നും പ്രാക്ടീസ് പോലും ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും എന്നൊരു പ്രാക്ടീസ് നടത്തണം. അതൊരു തിങ്ക് അഹെഡാണ്, മുൻകൂട്ടി ചിന്തിക്കലാണ്. അല്ലെങ്കിൽ ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഇതിങ്ങനെ പറയും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന്, നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകളിൽ നിന്ന് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബിസിനസ്സിലേക്ക് അത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് അപ്ലൈ ചെയ്യുക. അതായത് ഈ നാട്ടിൽ ഇപ്പോൾ ഇവിടെ ഒരു വീതി കൂടിയിട്ടുള്ള റോഡ് വരുന്നുണ്ട്. ആ റോഡ് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഓക്കെ, ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ട്. വേറെ എന്തൊക്കെ സാധ്യതയുണ്ട്? ഇവിടെ നല്ല ബിസിനസ് അവസരങ്ങൾക്ക് ഇവിടെ റോഡ് ഇല്ലാത്തതാണ് പ്രശ്നം, നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കുക, മുൻകൂട്ടി ചിന്തിക്കുക. അപ്പോൾ ഒരു അവസരം ഇവിടെ എനിക്ക് എന്ത് അവസരമാണുള്ളത്, അങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരികയാണ്, കൊറോണ വൈറസ് വന്ന പോലെ പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ ചിന്തിക്കണം വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുക, വളരെ മുൻകൂട്ടി ചിന്തിക്കുന്നത് വെച്ചാൽ ഈ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇതിനു മുൻപ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നോക്കിയിട്ട് എന്താ വെച്ചാൽ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന വസ്തുക്കളുടെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെ ആവശ്യങ്ങൾ വരും, മാസ്കിന്റെ ബിസിനസ് കൂടും, അപ്പോൾ അതുകൊണ്ട് ആ ബിസിനസ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അങ്ങനെ പല രീതിയിലേക്കും ചിന്തിക്കാം. തിങ്ക് അഹെഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മുൻകൂട്ടി ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ കാണാനുള്ള ഒരു തിങ്കിങ് ആണ്. അപ്പോൾ നാട്ടിൽ വലിയ ഡെവലപ്മെന്റ്, ഇലക്ഷൻ വരാൻ പോവുകയാണ്, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇലക്ഷൻ വരാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് ആവശ്യകത ഏറിയേക്കാം, ഏതെല്ലാം കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള വസ്തുക്കൾ എന്താണ്, ഇങ്ങനെ പലതും ചിന്തിച്ചുകൂടെ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. തിങ്ക് ഫാസ്റ്റ്, പെട്ടെന്ന് ചിന്തിക്കുക, പെട്ടെന്ന് തീരുമാനം എടുക്കുക. അതായത് ഇപ്പോൾ കൊറോണ വൈറസ് വരികയാണെന്ന് വെച്ചോളൂ, ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സിറ്റുവേഷൻ, കോവിഡ് സിറ്റുവേഷൻ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ന് വെച്ചാൽ ഓക്കെ, എന്തായിരിക്കും ഞാൻ തിങ്ക് ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ ബിസിനസ് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ കോസ്റ്റ് കട്ട് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്നിട്ട് പിന്നെ എനിക്ക് ഒരു പ്രതിസന്ധിയിലേക്ക് ബിസിനസ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട്, എന്നിട്ട് അത് ഞാൻ എടുത്തിട്ട് അത് ചിന്തിച്ചിട്ട് അതിൽ എനിക്ക് എന്ത് അവസരമുണ്ട്, ഇവിടെ എന്ത് അവസരമാണുള്ളത്, ഇപ്പം എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിനെ എങ്ങനെ പെട്ടെന്ന് നല്ല രീതിയിലേക്ക് സെർവ് ചെയ്യാം, ഇപ്പോൾ ക്രൈസിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം, അത് മെയിൻറ്റെയിൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. തിങ്ക് ബിഗ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം വലിയ സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇനി ഇന്നത്തെ ദിവസത്തിലേക്ക് ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ റെഡിയാണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ഐഡിയാസ് നോൺ മോണോപ്പൊളി, ഇതും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഒരു ആശയം, ഒരു ബിസിനസ്സിലേക്ക് ഒരാൾ ഒരു ആശയം കൊണ്ടുവന്നു, അത് നമ്മുടെ ആശയം, അവരുടെ ആശയമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി നിൽക്കേണ്ട. നമുക്ക് വേണമെങ്കിൽ ആ ആശയം എന്ത് ചെയ്യാം? ഇൻസ്പയർഡ് ആവാം, കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആവാം. അതിൽ നിന്ന് അതേ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും, എന്ത് ബിസിനസ്സാണ് ഞാൻ ചെയ്യുക? ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ ചെന്നോളൂ, 1000 ബിസിനസ് ആശയങ്ങളാണ് കിടക്കുന്നത്. അവിടെയുള്ള പ്രോഡക്ട്സുകളൊക്കെ, അതിനർത്ഥം എന്താ വെച്ചാൽ ആ പ്രോഡക്ട്സ് ആ സൂപ്പർ മാർക്കറ്റിൽ വിറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. യെസ് ഓർ നോ? അത് വിജയിച്ച പ്രോഡക്റ്റ് ആണ്. മനസ്സിലാവുണ്ടോ? വിജയിച്ച പ്രോഡക്റ്റാണ്, വിജയിച്ച പ്രോഡക്റ്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, നമ്മുടെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ അത് വിജയിച്ചിട്ടുണ്ട്, അതിൽ വലിയ രീതിയിലുള്ള എന്താ വെച്ചാൽ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ അല്ലേ, അതിൻ്റെ ആ ഒരു 2 സൂപ്പർ മാർക്കറ്റ്, ഒരു ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ നിങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഇതിലൂടെ ഇങ്ങനെ പോയി നോക്കി,
ഓരോ റാക്കിൻ്റെയും ഇടയിലൂടെ പോയി കഴിഞ്ഞാൽ എത്രയോ പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ മുട്ടുസൂചി മുതൽ പല രീതിയിലുള്ള പ്രോഡക്ട്സുകളുണ്ട്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആൾക്കാർ. ഇത് മാത്രമാണോ? ആമസോണിൽ കയറി നോക്ക്. ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ഐഡിയാസ്. നിങ്ങൾക്ക് ഏത് ഐഡിയ, ഏത് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കിൽ എന്താണ്, നിങ്ങളുടെ അറിവ് എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ് എന്നുള്ളത് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പണം ഉണ്ടാക്കുക, സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു മരത്തിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമില്ല. വി ഹാവ് ടു പുട്ട് സം എഫേർട്ട്. അപ്പൊ അതിനെന്താ വെച്ചാൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ. അതായത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പണം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാനൊരു ട്രെയിനറാണ്, ഒരു കോച്ചാണ്, ഒരു ബിസിനസ്മാനാണ്. അപ്പം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. ഒരാളെ കാണുമ്പോൾ അയാൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അയാളടുത്ത് എനിക്ക് ആവശ്യമുള്ള പണം അയാളടുത്തുണ്ടോ? മനസ്സിലാവുന്നോ ഞാൻ പറയുന്നത്? തിങ്ക് പീപ്പിൾ, സീ പീപ്പിൾ ലൈക്ക് പീപ്പിൾ വിത്ത് പ്രോബ്ലംസ്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കഴിവ് വെച്ചിട്ട്, നിങ്ങളുടെ അറിവ് വെച്ചിട്ട്, നിങ്ങളുടെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ, നിങ്ങളുടെ ബന്ധങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം എഴുതി വെച്ചോ. നിങ്ങളുടെ അറിവ് വെച്ച്, കഴിവ് വെച്ച്, നിങ്ങളുടെ അനുഭവ സമ്പത്ത് വെച്ച്, ബന്ധങ്ങൾ വെച്ച്, നിങ്ങളുടെ റിസോഴ്സ്, എന്തെങ്കിലും റിസോഴ്സസ് വെച്ച് എന്ത് പ്രോബ്ലമാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ കഴിയുക? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. നിങ്ങളെ അറിയാം. നിങ്ങളുടെ അറിവ് വെച്ച്, കഴിവ് വെച്ച്, അനുഭവ സമ്പത്ത് വെച്ച് അതെന്തും ആവാം. അപ്പോൾ നിങ്ങളുടെ അടുത്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം വെച്ചിട്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും ചില പ്രോബ്ലം സോൾവ് ചെയ്യാൻ, പ്രത്യേക താല്പര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ താല്പര്യമുള്ള വെച്ചാൽ, ആൾക്കാരുടെ മാക്സിമം പല ആൾക്കാരും അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടുന്നു. ഈ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എൻ്റെ കഴിവ് വെച്ചിട്ട്, എൻ്റെ അറിവ് വെച്ചിട്ട്, എൻ്റെ സംസാരത്തിൻ്റെ സ്കില്ല്, എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് ആൾക്കാരെ കൗൺസിൽ ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ്, അത് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, സൈക്കോളജിയിൽ എനിക്ക് താല്പര്യമുണ്ട്, അത് ബേസ് ചെയ്തിട്ട് കൊണ്ട് സോൾവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ട്, എനിക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ആൾക്കാർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അപ്പോൾ ഈ ആൾക്കാരെ കാണുമ്പോൾ എന്താണ്, നമുക്ക് എത്ര രൂപയാണ് കിട്ടേണ്ടത്, എത്ര രൂപയാണ് നമുക്ക് അയാളുടെ നിന്ന് വാങ്ങേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ മാറും. ഓക്കെ, ആൾക്കാർ വാങ്ങുന്നത് വെച്ചാൽ എനിക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. വോള്യൂം ബേസ് ചെയ്ത് ചിന്തിക്കാം, വാല്യൂ ബേസ് ചെയ്തിട്ട് ചിന്തിക്കാം. അതായത് വോള്യൂം ബേസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ പേയ്മെന്റ് വാങ്ങുന്നു. ഇപ്പോൾ എനിക്കിത് സോൾവ് ചെയ്ത് കൊടുക്കുക, എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ ടൈപ്പ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏതാണ്? അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ചെറിയൊരു എമൗണ്ടിന് കൂടുതൽ വോള്യൂം ബിസിനസ് വേണമെങ്കിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഒരു 100 പേര് വന്നു, ഫോർ എക്സാമ്പിൾ പറയുക, ഒരു 100 പേര് എൻ്റെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് 100 രൂപ, അതായത് ഒരു ദിവസം 100 പേരിലേക്ക് എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരാളുടെ അടുത്ത് എനിക്ക് 100 രൂപ ലാഭം കിട്ടുന്നു എന്ന് വെച്ചോളൂ, ഒരു എക്സാമ്പിൾ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 100 പേര് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്ലസ് ആ 100 രൂപ ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയായിരിക്കണം? അത് ഞാൻ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ 100 രൂപ തരാൻ കഴിയുന്ന ആളാരാണോ അയാളിലേക്ക് റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരുടെ എണ്ണം 100 പേരെ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എത്രയായി? 100 × 100 10,000 രൂപ കിട്ടിയില്ലേ? ഒരു ദിവസമാണത്. ആ 100 പേരിലേക്ക് റീച്ച് ചെയ്യാൻ എന്താ 10,000 പേരെ കിട്ടാൻ കിട്ടും. കാരണം 100 പേര് ഇന്ന് ഇന്റർനെറ്റ് വഴി കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഗൂഗിൾ പേയിൽ 100 രൂപ പേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കെങ്കിലും? ഹലോ, ഇല്ല. തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പൊ അതിന് എന്ത് കഴിവാണ് നിങ്ങളുടെ അടുത്തുള്ളത്? നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും 100 രൂപ ലാഭം തരുന്ന രൂപത്തിൽ? നിങ്ങൾക്കൊരു കാര്യം അറിയാം, എൻ്റെ പാലക്കാട് നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത്, ഞാൻ ആമസോണിൽ ഈ ഓട്ടോറിക്ഷയുടെ മുകളിലൊക്കെ ഇങ്ങനെ കുറെ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്ന കാണാം. ദൈവത്തിന്റെ ഫോട്ടോസ്, അല്ലെങ്കിൽ മാഷാ അല്ലാ, തബാറക് അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ലെറ്റേഴ്സ്, അല്ലെങ്കിൽ സ്റ്റിക്കറുകൾ ഉണ്ടല്ലോ, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഹോങ് ഹോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ, അല്ലെങ്കിൽ ഓം എന്ന് പറഞ്ഞുള്ള ചിഹ്നം. അപ്പം ഇങ്ങനെ വിശ്വാസികളായിട്ടുള്ള ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് ഇത്തരത്തിലുള്ള ചില സ്റ്റിക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ സ്റ്റിക്കറുകൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു പരിപാടി എന്ത് ചെയ്തു, അവൻ ചെറിയൊരു മെഷീൻ വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആമസോണിൽ എന്ത് ചെയ്തു, ഇതിൻ്റെ പരസ്യം കൊടുത്തു. എന്നിട്ട് ചെറിയ രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു നോക്കുമ്പോൾ
ഇവന് ഇവന് ഓർഡർ ഓൾ ഓവർ ഇന്ത്യ ഓർഡർ വന്നിട്ട് അവന് ഒന്നും ചെയ്യാൻ കഴിയാതെ, സാറേ ഞാനിത് എന്താ ചെയ്യാ? ഒരു ദിവസം അവന് ആയിരക്കണക്കിന് ഓർഡർ വന്നത്. അല്ല, സ്റ്റിക്കർ ചെറിയ പ്രൈസേ ഉള്ളൂ. ഇതിന് അവന് കോസ്റ്റും വളരെ കുറവാണ്. അതിന്റെ മേക്കിംഗ് കോസ്റ്റും വളരെ കുറവാണ്. എന്നിട്ട് പോലും അവൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, സെൽ ചെയ്തു. അവൻ പ്രൈസ് കുറച്ച് കൂട്ടിയിട്ടിട്ട് എന്നിട്ടും ഓർഡർ വരുന്നു. അവസാനം അവന്റെ വീട്ടിൽ ഒരു മെഷീൻ വെച്ചിട്ട് അവൻ സ്റ്റാർട്ട് ചെയ്ത് അവന്റെ വീട്ടുകാരെല്ലാവർക്കും 6 പേരെ കണ്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും അടക്കം. 6 പേര് മെഷീനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. 6 മെഷീൻ വാങ്ങി. എന്നിട്ടും അത് പാക്ക് ചെയ്തിട്ട് തീരുന്നില്ല. പണിക്കാരെ വെച്ചു. അവൻ കുടുങ്ങിപ്പോയി. എന്നിട്ട് അവൻ മീഷോ എന്ന് പറയുന്ന ആപ്പ് ഷട്ട് ഡൗൺ ചെയ്തു. അതേപോലെ ഫ്ലിപ്കാർട്ട് ഷട്ട് ഡൗൺ ചെയ്തു. കാരണം ഓർഡർ വന്നിട്ട് ഓവറായിട്ട് അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, എങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ ഞാനിതൊരു ഫാക്ടറി ആക്കി മാറ്റുക, എനിക്ക് എങ്ങനെ കോസ്റ്റ് കുറച്ച രീതിയിൽ ചെയ്യാൻ പറ്റും, നഷ്ടത്തിൽ പോവാതെ. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഹൺഡ്രഡ്സ് ഓഫ് ഐഡിയാസ് ആർ ദെയർ. നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത, അതായത് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് വന്ന് എൻ്റെ കൂടെ എൻ്റെ അടുത്ത് വന്ന് മീറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചൊരു കോവിഡ് സമയത്ത് സംസാരിച്ച സുഹൃത്താണ്. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റക്കായിട്ട് നിന്നിരുന്ന ആള് ഇന്നിപ്പം കോവിഡ് കഴിഞ്ഞ് 2 വർഷമല്ലേ പൂർത്തിയായിട്ടുള്ളൂ. അവൻ എൻ്റെ അടുത്ത് വരുന്നു, ഞാൻ അവനോട് സംസാരിച്ചു. 5 മണിക്കൂർ, അവൻ ഗൾഫിൽ ഇപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. അവനോട് 5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ട് അവനോട് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ. ഇങ്ങനെ നീ ജോലിക്ക് തന്നെ പോകേണ്ട ആളല്ല, നല്ല കഴിവുള്ള ആളാണ് നീ. നീയൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപാരമായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ആളാണ്. പിന്നെ നീ ഒരിക്കലും അങ്ങനെ പോയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരാളല്ല, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒരു 5 മണിക്കൂർ വണ്ടിയിൽ ഇരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ പറയണം, ഇനി അധികം പറയല്ലേ, ഞാൻ എൻ്റെ പാസ്പോർട്ട് കീറിയിടുന്നു. കാരണം അത്രയ്ക്കും പവർഫുൾ ആണ് നീ പറയുന്നത്. ഞാനാകെ മൈൻഡാകെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തോളാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അവന് ഞാനൊരു ജോലി ശരിയാക്കി കൊടുത്ത്, എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കമ്പനിയിൽ ജോലി ശരിയാക്കി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു, നീ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യും, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലേക്ക് ഇറങ്ങി, നീ ഇനിയിപ്പം തുടരണ്ട. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അവൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ ആമസോണിൽ അവന് ഏറ്റവും നല്ല രീതിയിൽ ബനാന ചിപ്സ് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ. അപ്പോൾ ഈ ബനാന ചിപ്സിൻ്റെ ഓൾറെഡി മാനുഫാക്ചർ ചെയ്യുന്ന സുഹൃത്ത് എനിക്കുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ പെട്ടതാണ് ബനാന ചിപ്സ്. അപ്പോൾ ഇത് സുഹൃത്ത് എനിക്കുണ്ട്. അവനായിട്ട് ടൈപ്പ് ആയിട്ട് അവൻ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. ഇവൻ അത് ഓൺലൈനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയും. കാരണം ഇവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനത് അവന് പറഞ്ഞു കൊടുത്തതാണ്. ലൈക്ക് യു ഹാവ് ടു ലേൺ ദിസ് ആൻഡ് നിനക്ക് അനലിറ്റിക്കൽ സ്കില്ലുണ്ട്, നിനക്ക് നമ്പേഴ്സ് വെച്ച് കറക്റ്റായിട്ട് അറിയാം, ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇത് ശരിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിയിൽ സെൽഫ് ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ പറ്റും, ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഈ ഐഡിയയിലേക്ക് അവൻ ഇറങ്ങി തിരിച്ച് അവൻ ഇത് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഈ ബിസിനസ് പ്രോഡക്റ്റ് എന്ത് ചെയ്തു, ഇതിൽ സെല്ല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെല്ല് ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോൾ അവൻ അത് സെല്ല് ചെയ്യുന്നു. പുറമെ അതിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് പണം ഉണ്ടാക്കി, ഒന്നുമില്ലാതെ കുടുങ്ങിയെടുത്തുനിന്ന് പണം ഉണ്ടാക്കി ഒരു ഇക്വിറ്റി വെച്ച് സംഗതികൾ സേവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്നിപ്പോൾ അവൻ ഒരു ജീപ്പ് കോമ്പസ് കാറ് വാങ്ങി. ഇതിന് പുറമെ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ സെയിൽസും സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ അവൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കാർ സെയിൽസിൻ്റെ കൂടെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന് കാറ് വേണമായിരുന്നു. അങ്ങനെ കാർ സെയിൽസിലേക്ക് ഇറങ്ങിയിട്ട് കാർ സെയിൽസിൽ നിന്ന് റിയൽ എസ്റ്റേറ്റിലേക്ക് കൂടെ അവൻ ഇറങ്ങിയിട്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഫ്രം വേർ ഹി സ്റ്റാർട്ടഡ്, എവിടെയായിരുന്നു അവൻ? ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ആശയം ഉണ്ടെങ്കിൽ, സംഗതികളുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്കില്ല് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ ഈ പറയുന്നത് പോലെ എളുപ്പമൊന്നുമല്ല, പക്ഷേ എവറി ഡേ അതിലൂടെ കടന്നു പോകാനുള്ള മൈൻഡ് ഉണ്ടാണ്. എത്ര കണ്ട് ഹൗ ബാഡ് യു വാണ്ട് ടു ബിക്കം റിച്ച്, ഹൗ ബാഡ് യു വാണ്ട് ടു ബിക്കം ഫിനാൻഷ്യലി ഫ്രീ. നിങ്ങളുടെ കടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് എത്ര കണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറി വരണം എന്ന് ആഗ്രഹമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇറ്റ് വിൽ ചേഞ്ച്. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, is it clear? So you have to create an opportunity. Nothing is going to come to you. നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. You have to think, you have to take bloody responsibility that I have to change my future. എൻ്റെ ഫ്യൂച്ചർ ഞാൻ ചേഞ്ച് ചെയ്യും, എനിക്ക് ചേഞ്ച് ചെയ്തേ പറ്റൂ. നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് ഹെൽപ്പ് മീ ആൻഡ് ഫീഡ് മൈ ഫാമിലി. എൻ്റെ ഫാമിലിയെ രക്ഷപ്പെടുത്താൻ, എൻ്റെ ഫാമിലിയെ ഫീഡ് ചെയ്യാൻ, എൻ്റെ ഫാമിലിയെ ഭക്ഷണം തീറ്റിപ്പിക്കാൻ ഒരിക്കലും വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്യില്ല, എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, കുറേ കാലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും, ഒരു ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുന്ന സ്വപ്ന ലോകത്ത് ജീവിച്ച് നടക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. No, be bloody practical and real and accept the reality that nobody is going to help you.
അണ്ടിൽ യു സ്റ്റാർട്ട് ഹെൽപ്പിംഗ് യുവർ സെൽഫ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തിടത്തോളം നിങ്ങൾ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് നോക്കി, അപ്പോൾ ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യാൻ വരും. യു ഗോട്ട് ഇറ്റ്? അല്ലാതെ നിങ്ങളൊന്നും ചെയ്യാതെ അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. യു ഹാവ് ടു കം അപ്പ് വിത്ത് ഐഡിയാസ്, യു ഹാവ് ടു കം അപ്പ് വിത്ത്, യു ഹാവ് തിങ്ക് ഫാസ്റ്റ്, തിങ്ക് ബിഗ്, തിങ്ക് ക്രിയേറ്റീവ്ലി. ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി തിങ്ക് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ചിന്തിച്ചിട്ട് ഇറങ്ങി തിരിക്കണം. ആൻഡ് യു ക്യാൻ ഡു ദാറ്റ്. ഹലോ, പരമാവധി ആൾക്കാർ വീഡിയോയിലൊന്ന് വരുമോ? എനിക്കിവിടെ 4 പേര് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. മറിയം, താങ്ക് യു സോ മച്ച്. ഫൈസൽ ബാബു, താങ്ക് യു സോ മച്ച്. മുസ്തഫ സാർ, താങ്ക് യു സോ മച്ച്. എസ് നിഷാർ, താങ്ക് യു. ഉസ്മാൻക്ക്, താങ്ക് യു സോ മച്ച്. Come, be here in video with me. Give me some energy. Come on, guys. Okay? So, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, മണി അല്ലെങ്കിൽ ഓർ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക് ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എഫോർട്ട് ഇടാം, നമുക്ക് വിഷ്വലൈസേഷൻ കൊടുക്കാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യും, സംഗതികളൊക്കെ ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റിസീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ ഐഡിയാസ് കൊടുക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ സ്റ്റേജ് എന്താണെന്നറിയോ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ആ തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയുക വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചില ഐഡിയാസ് വരും, ചില ആശയങ്ങൾ വരും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളിലേക്ക് വരും, അപ്പോൾ അവർ ഒരു ഐഡിയ പറയുമ്പോൾ അതിൽ യു ഹാവ് ടു ട്രസ്റ്റ് ഓൺ ഇറ്റ് ആൻഡ് ആക്ട് ഓൺ ഇറ്റ്. യൂണിവേഴ്സാണ് ആ ഐഡിയ തരുന്നത്. ഈ പ്രപഞ്ചമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിങ്ങൾ അതിലെന്ത് ചെയ്യണം? അതിന് പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. അതാണ് ആ ഐഡിയ സ്വീകരിക്കുന്നതിന്. ആ പ്രപഞ്ചശക്തി, ആ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുമ്പോൾ, നിങ്ങളിലേക്ക് ഒരു തരുമ്പോൾ അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതാ ഓക്കെ, ഈ ഐഡിയ കിട്ടി, ഓക്കെ, ഈ ഐഡിയ ഞാൻ വിശ്വസിക്കുന്നു. ആരോടാ പറയുന്നേ? ഐഡിയ വിശ്വസിക്കുന്നു, നമ്മൾ ഉൾക്കൊള്ളുന്നു, എന്നിട്ട് അത് വാങ്ങുന്നു, എന്നിട്ട് ഓക്കെ അടുത്തെന്താണ്? അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ശ്രമിക്കും. ബിക്കോസ് നമ്മൾ ആ ഐഡിയ കൂടുതൽ വിശ്വസിക്കുന്നു, കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ഐഡിയാസ് തരും, കൂടുതൽ വ്യക്തികളെ തരും, കൂടുതൽ സംഗതികൾ വരും. ദാറ്റ്സ് ഹൗ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക്സ്. യു ഗോട്ട് ഇറ്റ്? അല്ലാതെ വീട്ടിലിരിക്കുക, വിഷ്വലൈസ് ചെയ്യുക, സംഗതികൾ ചെയ്യുക, കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക, ഐഡിയാസ് തരുമ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, ഒന്നും ചെയ്യാണ്ടിരിക്കുക, ഇഗ്നോർ ചെയ്യുക, ഡിസ്റെസ്പെക്റ്റ് ആണത്. You have to act on it. And that's when they will give you more ideas. Like universal power കൂടുതൽ ഐഡിയാസ് തരും, കൂടുതൽ അവസരങ്ങൾ തരും, കൂടുതൽ വ്യക്തികളെ തരും, കൂടുതൽ ആശയങ്ങൾ തരും. നിങ്ങൾ അതിൻ്റെ പുറത്തും ഇതേപോലെ വർക്ക് ചെയ്യുക. അപ്രീഷിയേറ്റ് ദ ഐഡിയ, അപ്രീഷിയേറ്റ് ദ സൊല്യൂഷൻ, അപ്രീഷിയേറ്റ് ദ ലൈക്ക് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സംഗതി നമ്മളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയും, അഭിനന്ദിക്കുക, സ്വീകരിക്കുക എന്ന് പറയും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? How you do it? By taking action, trusting on it and taking action. Clear ആണോ? അപ്പോഴാണ് നിങ്ങൾ സ്വീകരിക്കുന്നുള്ള ഐഡിയ. You got it? Clear ആണോ? റിസീവ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. ഐഡിയാസ് വരും എന്നുള്ളതാണ് വിശ്വാസം, ബിലീഫ്, ഫെയ്ത്ത് കൊടുക്കുക. ഐഡിയാസ് വരുന്ന സമയത്ത് അത് സ്വീകരിക്കലും ഈ ഫെയ്ത്തിൻ്റെ ഭാഗമാണ്, ഈ ബിലീഫിൻ്റെ ഭാഗമാണ്, അതിൽ വിശ്വസിക്കൽ, എന്നിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ക്ലിയർ ആണോ? ഹലോ, ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? അപ്പോൾ ഇനി നമ്മൾ നമുക്ക് എന്താ പറയാനുള്ളത്? വി ഹാവ് ടു നെക്സ്റ്റ് എന്താണ് അടുത്ത? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, തിങ്ക് ബിഗ്, തിങ്ക് ഫാസ്റ്റ് പറഞ്ഞു, ഐഡിയാസ് ആർ നോ വൺസ് മോണോപ്പൊളി. ആൻഡ് 90% എന്താണ്? 90% സൈക്കോളജിയാണ്. 90% സൈക്കോളജിയാണ്. ടെൻ പെർസെൻറ്റേജ് മാത്രമേ എക്കണോമിക്സ് ഉള്ളൂ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു പണത്തെക്കുറിച്ച്, സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഇതാണ് സൈക്കോളജി. ആ സൈക്കോളജി അതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിന്, നിങ്ങൾക്കെല്ലാം സാധ്യമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? പോസിബിൾ ആണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നെക്കൊണ്ട് അത് പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞാനത് അർഹിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ലാതെ നമ്മൾ ചിന്തിക്കുകയാണ് എനിക്കൊക്കെ അത് കിട്ടുമോ, അത് നടക്കുമോ, എനിക്കെന്നെ അറിയില്ല. അതായത് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റും ഗോൾ സെറ്റ് ചെയ്തിട്ട്, എന്നിട്ട് നേരെ എന്ത് ചെയ്യും? ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കും. യു ഗോട്ട് ഇറ്റ്? വണ്ടി പോവോ? വണ്ടി അവിടെ കിടന്നിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന വാഹനം മുന്നോട്ട് പോവില്ല. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്?
അത് മുന്നോട്ട് പോകില്ല. നമ്മളെന്താ വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗിയറിലിട്ടിട്ട് എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യലാണ്, തിങ്ക് ചെയ്യലാണ്, റൈറ്റായിട്ട് തിങ്ക് ചെയ്യലാണ്. ഒരു സൈഡിൽ ഗോളുകൾ എഴുതി വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? എന്നെ കൊണ്ട് പറ്റുമോ നടക്കുമോ ഇല്ല രീതിയിൽ ചിന്തിക്കാതിരിക്കുക. ചേഞ്ച് ദാറ്റ് സൈക്കോളജി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോകണം. നെക്സ്റ്റ് എന്ത് ചെയ്യുക? അടുത്ത പോയിന്റിലേക്ക് വരുന്നത് മൈൻഡ് സെറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ പോവർട്ടി, ഡെപ്റ്റ്, ലോസ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് മൈൻഡ്. ഇവർ വിശ്വസിക്കുന്നത് വെച്ചാൽ കടം അതേപോലെ തന്നെ ദാരിദ്ര്യമൊക്കെ മനസ്സിന്റെ പ്രോഡക്റ്റാണ്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ കടമുണ്ടോ? നിങ്ങളുടെ മനസ്സിനുള്ളിൽ ദാരിദ്ര്യമുണ്ടോ? ഒരു സംശയവും വേണ്ട. ഉള്ളിൽ ദാരിദ്ര്യമുണ്ടോ? ഉള്ളിൽ കടത്തെക്കുറിച്ചാണോ ചിന്ത? പ്രയാസങ്ങളെക്കുറിച്ചാണോ ചിന്ത? ദാരിദ്ര്യത്തെക്കുറിച്ചാണോ ചിന്ത? സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചാണോ ചിന്ത? ഉറപ്പായിട്ടും പുറത്തു അതിനെ സംഭവിക്കും. അത് മനസ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ ഫാക്ടറി എവിടെ കിടക്കുന്നത്? മനസ്സിലാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി മനസ്സിലാണ്. മനസ്സിന് അത്രയ്ക്കും പവർഫുള്ളാണ്. മനസ്സിനുള്ളിൽ ദാരിദ്ര്യമുണ്ടോ? പുറത്ത് ദാരിദ്ര്യമുണ്ടോ? മനസ്സിനുള്ളിൽ പ്രയാസമുണ്ടോ? പുറത്ത് പ്രയാസമുണ്ടോ? അപ്പോൾ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യണം. ചേഞ്ച് ചെയ്യുക. എങ്ങനെ? മനസ്സെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ഓഫ് ഒരു ബൗള് പോലെയാണ്. നിങ്ങൾക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ഗ്ലാസ് ബൗൾ, ഒരു പാത്രം. അതിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് പെപ്സി ഒഴിച്ചു. ഓക്കെ, ആ പെപ്സി ഒഴിച്ചപ്പോൾ അതിൻ്റെ കളർ എന്താണ്? എന്തായിരിക്കും അതിൻ്റെ കളർ? ഒന്ന് കമൻറ്റ് ചെയ്തേ. പെപ്സി അതിൻ്റെ കളർ എന്തായിരിക്കും? ജസ്റ്റ് കമൻറ്റ് ഡൗൺ. എത്ര ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാണ്? ഓക്കെ, സഹല പറയുന്നുണ്ട് വല്ലാത്ത ജാതി എക്സാമ്പിൾസ്, എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉറപ്പിച്ചു. ഓക്കെ, വെരി ഗുഡ്. ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? ലൈക്ക് ബ്ലാക്ക് കളറാണ് അല്ലേ പെപ്സിയിലേക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ? ബ്ലാക്ക് കളറാണ്. പക്ഷേ അതിലേക്ക് എന്താ വെച്ചാൽ പകുതിയായിട്ടുള്ളൂ. അതിലേക്ക് പക്ഷേ നമ്മൾ കുറച്ച് മിനറൽ വാട്ടർ ഒഴിച്ചു. ഈ മിനറൽ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആ ബൗൾ മൊത്തം നിറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കളർ? അപ്പോൾ അതിൻ്റെ കളർ എന്തായിരിക്കും? പെപ്സി പകുതി ഉണ്ടായിരുന്നു, പിന്നെ അതിലെ പകുതിയിലേക്ക് എന്ത് ചെയ്തു? മിനറൽ വാട്ടർ ഒഴിച്ചു. എന്തായിരിക്കും? ബ്ലാക്ക് ഉള്ളത് ബ്രൗൺ ആയി മാറി. കുറച്ചുകൂടെ ലൈറ്റ് ആയി കളറായി, ലൈറ്റ് ബ്രൗൺ എന്നുള്ള രീതിയിലേക്ക് വന്നു അല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം ഒഴിക്കുന്നത് നിർത്തിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചുകൊണ്ടേയിരുന്നു. ആ കപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബൗളിൽ നിന്ന് പുറത്തേക്ക് വെള്ളം പോയിക്കൊണ്ടേയിരുന്നു. അവസാനം മിനറൽ വാട്ടർ തന്നെ ഒഴിച്ചുകൊണ്ടേയിരുന്നു. അവസാനം എന്ത് സംഭവിക്കും? പിന്നെ അതിന്റെ കളർ എന്താണ്? കംപ്ലീറ്റ്ലി വാട്ടർ കളറായി മാറും, അല്ലെങ്കിൽ വാട്ടറായി മാറും. യെസ് ഓർ നോ? അതായത് പുറത്തേക്ക് കംപ്ലീറ്റ്ലി അതിലുണ്ടായിരുന്ന പെപ്സിയുടെ സംഗതികൾ മൊത്തം പോയി. നമ്മൾ എന്തൊഴിച്ചു കൊടുക്കുന്നുവോ മനസ്സിലേക്ക്, ശ്രദ്ധിക്കുക, ഈ എക്സാമ്പിൾ എന്ന് മനസ്സിലാക്കേണ്ടത്, മനസ്സിലേക്ക് എന്തൊഴിച്ചു കൊടുക്കുന്നുവോ, കണ്ടിന്യൂസ് ആയിട്ട് എന്തൊഴിച്ചു കൊടുക്കുന്നുവോ, അവസാനം നെഗറ്റിവിറ്റി പോയി നെഗറ്റീവ് ബിലീഫ് പോയി ഒഴിച്ചു കൊടുക്കുന്നത് വെറും പോസിറ്റീവ്. കുറെ പോസിറ്റീവ് ബുക്സ് വായിക്കുന്നു, അതിൽ നിന്ന് പോസിറ്റീവ് കിട്ടുന്നു. പോസിറ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഷാഫി മുഹമ്മദിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. പോസിറ്റിവിറ്റി കൊണ്ട് നിറയുന്നു, ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം അതിനെ ചിന്തിക്കുന്നു. ഫ്രണ്ട്സിനോട് ചർച്ച ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റി മാത്രം ചിന്തിക്കുന്നു, പോസിറ്റിവിറ്റി മാത്രം കാണുന്നു, പോസിറ്റിവിറ്റി മാത്രം കേൾക്കുന്നു, അഫർമേഷൻസ് എഴുതുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, വിഷൻ ബോർഡ് തയ്യാറാക്കുന്നു, ഗോൾസുകൾ എഴുതി വെക്കുന്നു, വീണ്ടും എഴുതി വെക്കുന്നു. ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്ട് ഹാപ്പൻസ് വിത്ത് യുവർ മൈൻഡ്? നിങ്ങളുടെ മനസ്സിൽ നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവില്ല? ദാരിദ്ര്യം ഉണ്ടാവില്ല. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? എന്ത് കൊടുക്കുന്നു, എന്തതിലേക്ക് ഒഴിക്കുന്നു, എന്തതിലേക്ക് ചിന്തിക്കുന്നു, ഏത് വഴിയാണ് കൊടുക്കുന്നത്? ഈ ചെവി, അതേപോലെ ഈ കണ്ണ്, ഈ മൂക്ക്, ഈ പറഞ്ഞിരിക്കുന്ന വായ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് കാണുന്നു, നിങ്ങൾ എന്ത് കേൾക്കുന്നു, ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് പോകുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് കടന്നു പോകുന്നത് അതാണ്. നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ എന്ത് കാണുന്നു, നിങ്ങൾ എന്ത് കേൾക്കുന്നു, നിങ്ങൾ എന്ത് ചർച്ച ചെയ്യുന്നു, നിങ്ങൾ എന്ത് സംസാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ എന്താണ് കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് മനസ്സിലേക്ക് കൊടുക്കുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യും? അതിൽ നിറയും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ കൊടുക്കേണ്ടത്? സമ്പത്ത്, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവസരങ്ങൾ, ആശയങ്ങൾ, നല്ല ബുക്സുകൾ വായിക്കുക, നല്ല വീഡിയോസ് കാണുക. യു ജസ്റ്റ് ഗിവ് ദാറ്റ് again and 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 again. Never stop doing that. And what happens? You will see the transformation. You will see the change, and you will bloody change your life like anything. Within 6 months, you are a totally different person.
ഇപ്പോൾ നിൽക്കുന്ന ആളല്ല. നിങ്ങളുടെ ബ്രെയിൻ പിന്നെ ഇങ്ങനെ ചിന്തിക്കില്ല. കാരണം ചിന്തിപ്പിച്ച് 90 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയൊരു ന്യൂറോ പാത്വേ രൂപപ്പെടും, പുതിയൊരു പാറ്റേൺ ഡെവലപ്പ് ആകും, പുതിയൊരു ശീലം ഡെവലപ്പ് ആകും. നിങ്ങൾ ഈ പുതിയ രീതിക്ക്, ചിന്തയ്ക്ക്, സംഗതികൾക്കെല്ലാം അഡിക്റ്റായി നിങ്ങൾ മാറും. മനസ്സിലാവുന്നുണ്ടോ? അത് അഡിക്റ്റായി മാറുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഇപ്പൊ എന്താ ചെയ്തതെന്ന് അറിയാം, ഞാൻ പെപ്സി ഒഴിച്ച് കിടന്നിരുന്ന സംഗതിയിലേക്ക് ഒരു ചെമ്പ് വെള്ളം കൊണ്ടുവന്നിട്ട് അങ്ങ് ഒഴിച്ചു. ആൻഡ് ദാറ്റ് ഇസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ മൈൻഡ് നൗ. യു ഗോട്ട് ഇറ്റ്? ഒറ്റയടിക്കെല്ലാം പുറത്തേക്ക് പോയി. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് ഈ സെഷൻ കഴിച്ചിട്ട് പിന്നെയും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഓരോ സ്പൂണ് നെഗറ്റിവിറ്റി വയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇത് നിങ്ങളും കൂടെ കൂടും അതിൻ്റെ കൂട്ടത്തിൽ. എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ക്ലാസ് എടുത്ത് തരുന്നത് എനിക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് രാവിലെ ഇരുത്തിയിട്ട് ഇത് ഒഴിച്ചു തരാനാണ്. ഞാൻ ഒഴിച്ചു തരാം, നിങ്ങൾ വാ. നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടോ? വിളിച്ചോ. നിങ്ങളുടെ വീട്ടുകാരുണ്ട്, അവരെ കൂടെ വിളിച്ചോ. ജസ്റ്റ് ബ്രിങ് ദം എവറിബഡി. ഞാൻ എന്ത് അവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഒഴിച്ചു ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? യു വിൽ ചേഞ്ച്. നിങ്ങൾ മാറി വരും. അങ്ങനെ മാറി നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ പിന്നെ പോസിറ്റീവായ ഒരു മൈൻഡ് മാത്രമുള്ള, ഗോളുകളെക്കുറിച്ച് ചിന്തിക്കുന്ന, ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ എന്താ ചെയ്യാല്ലേ? ഇന്നെന്തൊക്കെ ചെയ്യാണ്ട്? ഇരുന്നിട്ട് ഓക്കെ, ഇന്ന് അത് ചെയ്യണ്ട, ഇത് ചെയ്യാം. യു ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഇതുവരെ എങ്ങനെ എണീറ്റിരുന്നത്? നീ എണീക്കണം, പോകണം, അത് ചെയ്യണം. ഈ സാധനത്തിൽ നിന്ന് മാറിയിട്ട് എണീറ്റാൽ തന്നെ റെഡി, ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് എനിക്ക് ഇനി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇന്ന് എനിക്ക് ഇനി ആൾക്കാരെ കാണാനുണ്ട്, ഇന്ന് എനിക്ക് ഇനി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മനസ്സിലാവുന്നല്ലോ? ഒരു ട്രിപ്പ് പോകുമ്പോൾ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു വൈബ്. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയ സമയത്ത് ഉണ്ടായിരുന്നൊരു എനർജി, വൈബ്, എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ്. അതുപോലെ എവറി ഡേ യു ക്യാൻ ലിവ്. പറ്റും. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലേക്ക് നിങ്ങൾ എത്തണം. അതിനർത്ഥം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീരെ കാമാവില്ലേ? സമാധാനം ഉണ്ടാവും. അത് ഇതേപോലെ നിങ്ങളെ വെറുതെ ഇരിക്കും വേണം. ചില ദിവസം വെറുതെ ഇരുന്ന് എൻജോയ് ചെയ്യണം, ഹാപ്പി ആയിരിക്കണം. അല്ലാതെ എല്ലാ ദിവസവും ഫുൾ എനർജി എന്നും പറഞ്ഞിട്ട് പോവല്ല, ബേൺ ഔട്ട് സംഭവിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ആയിഷ. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, യു ജസ്റ്റ് create that. You can create your life. It's in your hand. You are safe. You have a powerful tool which is called mind, and you can do, you can achieve, you can be, and you can create anything you want. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, എന്താണോ വേണ്ടത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്, എന്താണോ വേണ്ടത് അതായി തീരാനുള്ള കഴിവുണ്ട്. ഇഫ് യു ക്യാൻ സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ്, യു ക്യാൻ ഹോൾഡ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തിയോടാണ് പറയുന്നത്, ഇയാളോടാണ് പറയുന്നത്. ക്യാൻ യു ലിസൺ ടു മീ? ഇവിടെ കാണാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിൽ എന്ത് ചെയ്യാൻ പറ്റും? ലൈഫിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. യു ജസ്റ്റ് സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ബ്ലഡി ബിലീവ് ഇൻ ഇറ്റ്, കീപ് ഓൺ ബിലീവിങ് ഇറ്റ്, കീപ് ഓൺ ഹാവ് എ ഫെയ്ത്ത്, ബട്ട് അറ്റ് ദ സെയിം ടൈം എൻജോയ് ദ പ്രോസസ്, ലവ് യുവർ സെൽഫ്. മനസ്സിലാവുന്നുണ്ടോ? യു ക്യാൻ ക്രിയേറ്റ്. നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. നമ്മൾ അതിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് സൈക്കോളജി. സോ പോവർട്ടി ആൻഡ് ഡെപ്റ്റ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ മൈൻഡ്. ദാരിദ്ര്യം നമുക്ക് വരുന്നതിൻ്റെ റീസൺ എന്താണ്? നമ്മുടെ മനസ്സിൽ നമ്മൾ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രയാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിക്കുന്നു, അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് തന്നെ ഡിസ്കസ് ചെയ്യുന്നു. യു കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. യു ആർ ഡിസ്കസിങ് വിത്ത് റോങ് പീപ്പിൾ, യു ആർ പ്ലാനിങ് വിത്ത് റോങ് പീപ്പിൾ, യു ആർ ഹാവിങ് connections with the wrong people, you are having friendship with the wrong people, you are in a bad relationship. What are you thinking? What are you looking at? What kind of website you are visiting? ഫോണിൽ എന്ത് വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഫോണിൽ എന്ത് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു നോ? നിങ്ങൾക്കറിയാം. നിങ്ങൾ മനസ്സിനുള്ളിലേക്ക് എന്ത് കൊടുക്കുന്നു? ദാരിദ്ര്യം, ഡിസ്ട്രാക്ഷൻ, ഫണ്ണ്, എൻജോയ്മെന്റ്, റിലാക്സേഷൻ, അത് മാത്രമാണോ? എങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. രാവിലെ ആയി കഴിഞ്ഞാൽ നേരെ അത് കാണേണ്ടി വരും. രാവിലെ ആയി കഴിഞ്ഞാൽ അത് നേരെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. രാവിലെ ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി ചെക്ക് ചെയ്യില്ല. ഇപ്പം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. വേറെ ആരോ എന്തോ ചെയ്യുന്നു,
എടോ, നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഗോൾ ഇല്ലെങ്കിൽ, ലക്ഷ്യമില്ലെങ്കിൽ, സമ്പത്തുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവൻ സമ്പത്തുണ്ടാക്കുന്ന വഴികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അവനൊരു കാഴ്ചക്കാരനായിട്ട് നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അവനൊരു കാഴ്ചക്കാരനായിട്ട് നിന്ന് കൊടുക്കുമ്പോൾ അവൻ്റെ പരസ്യ കമ്പനികൾ പരസ്യം ചെയ്യുന്നതിലൂടെ അവന് വരുമാനം കിട്ടും. ആ വരുമാനം അവൻ ആ ഷോയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കും. അവരുടെ ജീവിതം സെറ്റാവും. വാട്ട് യു ആർ ഗെയിനിങ്? യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. യു ആർ ബീങ് അഡിക്റ്റഡ്. നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ലക്ഷ്യങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്ന പറയാം. മനസ്സിലാവുന്നുണ്ട്? സോ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ക്രിയേറ്റ് വെൽത്ത്. നെക്സ്റ്റ് എന്താണ്? വിജയിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു കാര്യം അറിയാം. ദേ നോ വൈ സി ഗ്രേഡ് സ്റ്റുഡൻസ് എംപ്ലോയ് എ ഗ്രേഡ് സ്റ്റുഡൻസ്. അതായത് ഇവർ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ല സമ്പന്നനാവുന്നതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അവർക്ക് ഒരു കാര്യം, സി ഗ്രേഡ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടു, സമ്പന്നരെ നല്ല എ ഗ്രേഡ് സ്റ്റുഡൻറ്റ് പഠിച്ചിട്ട് എ ഗ്രേഡ് മാർക്കൊക്കെ വാങ്ങിച്ച് പഠിച്ചിട്ടുള്ള നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള പല ആൾക്കാരും വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ആ മേഖലയിൽ നിന്ന് ബിസിനസ് തുടങ്ങിയ ആൾക്കാരുള്ളൂ. അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സി ഗ്രേഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംഗതികളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ എംപ്ലോയി ആയിട്ട് ആരുടെയെങ്കിലും വർക്ക് ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസം കുറവുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ്. കാരണം അയാൾക്ക് വേറെ വിദ്യാഭ്യാസം ഒന്നും കിട്ടാത്തത് കൊണ്ട് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ ബിസിനസ് പഠിക്കാൻ ശ്രമിച്ചു. അയാൾക്ക് വേറെ സർവൈവൽ മെക്കാനിസം ഉള്ള ബിസിനസ് പഠിച്ചു. അക്കൗണ്ടന്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ അണ്ടറിൽ എന്ത് ചെയ്യാണ്, ജോലി ചെയ്യണം. അപ്പോൾ എഡ്യൂക്കേഷൻ അല്ല, എഡ്യൂക്കേഷൻ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, യു ആർ വേറെ ലെവൽ. എത്ര വേണമെങ്കിലും ഗ്രോ ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹാവ് എ ബിസിനസ് മൈൻഡ് സെറ്റ്, ഹാവ് എൻ ഓൺടർപ്രണോറിയൽ മൈൻഡ് സെറ്റ്. ഞാനിത് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഓക്കെ, ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ദുഃഖിതരാവേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലി, എനിക്കതിന് ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണുള്ളത്. ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ആക്ച്വലി നല്ലതാണോ? എല്ലാ ജോലികളും നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിലേക്ക് പോകുന്ന ആൾക്കാർ സേഫ്റ്റി, ഒരു ഗവൺമെൻറ് ജോബ്, സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ദേർ. ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ലഭിക്കണം, കുറച്ചുകൂടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, കുറച്ചുകൂടെ സമ്പത്ത് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ഇനി അതല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ സേവനമാണ്, ജനസേവനമാണ് എങ്കിൽ ജനസേവനം നടത്താനുള്ള മേഖലയാണ് എന്ത്, ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. സീരിയസ്ലി. അല്ലാതെ നിങ്ങളുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സ്ഥലമല്ല അത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം, നിങ്ങളുടെ ഭാവി എൻജോയ് ചെയ്യാനും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലിക്കല്ല പോകേണ്ടത്. അതെനിക്ക് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ മേലധികാരികളാണ് തീരുമാനിക്കുക, അവിടെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. നിങ്ങൾ എത്ര വർക്ക് ചെയ്തു, നിങ്ങൾ എത്ര ഏൺ ചെയ്യുന്നു എല്ലാം തീരുമാനിക്കുന്നവരാണ്. നിങ്ങൾക്ക് എപ്പോൾ പ്രൊമോഷൻ കിട്ടുമെന്ന് തീരുമാനിക്കുന്നവരാണ്. നിങ്ങൾ എത്രയോ ആൾക്കാർ, ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും 10-15 വർഷമായിട്ട് PSC മാത്രം ട്രൈ ചെയ്തിട്ട് ഇപ്പോഴും ജോലി ആകാത്ത 30-35 വയസ്സായി. ആ ജീവിതം പോയി. എന്നിട്ട് അവസാനം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിപ്രഷനിൽ പോയിട്ട് സാധാരണ കൂലിപ്പണിക്ക് പോവാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതായത് ആരൊക്കെയോ കനിഞ്ഞിട്ട് വേണം, വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നിട്ട് വേണം, പേര് വിളിച്ചിട്ട് വേണം. ബട്ട് അതിന് പകരം ഇന്നിവിടെ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് അതിന് അത്രയും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന, നാടിനെ സേവിക്കണം, ജനങ്ങളെ സേവിക്കണം, ഒരു ഗവൺമെൻറ് ജോബ് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഓക്കെ ഫൈൻ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഗോ ദെയർ ആൻഡ് ഡു ഇറ്റ്. ബട്ട് വേറെ കുറേ കാരണങ്ങളാൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ ഗവൺമെൻറ് ജോലിയെക്കുറിച്ച് ഭയങ്കര ഗ്ലോറിഫിക്കേഷൻ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഗവൺമെൻറ് ജോലിക്ക് പോവുക എന്ന് ചെയ്യരുത്. ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സേഫാണ്. ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ കിട്ടും. ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. അങ്ങനെയുള്ളൊരു തെറ്റായ തിങ്കിങ്ങിലേക്ക് പോകരുത്. അത് തെറ്റായ ഉദ്ദേശത്തോടു കൂടി പോകുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ജോലി അധികം എടുക്കേണ്ട, അവിടെ റിലാക്സ് ആണ്, സേഫാണ്, സേഫ്റ്റിയാണ്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ലൈഫിൽ എന്താ വെച്ചാൽ എത്ര കണ്ട് നിങ്ങൾ സേഫ് ആയിരിക്കും? എത്രയോ ആൾക്കാരുണ്ട് വളരെ കഷ്ടപ്പെട്ട് നിറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിട്ടുള്ള ജോലിയിലേക്ക് പോകുന്നത്. എടോ, നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണ്. സ്വർണം. ഞാനൊരു KSRTC ഉദ്യോഗസ്ഥനെ ഡ്രൈവറെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടക്ടറെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ് 15 ദിവസം ആണ് ജോലി, ബാക്കി 15 ദിവസം ഫ്രീ ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലി അദ്ദേഹം രാജിവെക്കും. എന്താ കാര്യം? അദ്ദേഹം ജോലി രാജിവെക്കുന്നതിൻ്റെ കാര്യം ഇത്രയും യാത്ര ചെയ്യണം, ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും ഒരു ബസ്സിൽ എന്നും യാത്ര ചെയ്താലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? വാട്ട് ഹാപ്പൻസ്? ഇറ്റ് അഫക്റ്റ് യുവർ ഫിസിക്കൽ മെൻ്റൽ തിങ്. അതും ലോങ് ട്രിപ്പ്. ഇപ്പം ഞാൻ പറയുന്നത് ഒരു ജോലി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പ്രൈവറ്റ് ജോബ് ആണെങ്കിലും ശരി, ഗവൺമെൻറ് ജോബ് ആണെങ്കിലും ശരി, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇന്നത്തെ കാലത്ത് ഇല്ല. അത് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സൗകര്യത്തിൽ സമ്പത്തുണ്ടാക്കാം, നല്ല വരുമാനം ഉണ്ടാക്കാം, അതിനുള്ള വഴികളുണ്ട് എന്നത് പഠിക്കാത്തതിനുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കഷ്ടപ്പാടെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ എല്ലാവരും ആ ജോലിക്ക് പോയാലോ?
എല്ലാവരും ആ ജോലിക്ക് പോകില്ല. നിങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇവിടെ പാകം 100, 110 ആൾക്കാരോടുള്ളൂ, അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറിപ്പോയി കഴിഞ്ഞാൽ 1,00,000 ആൾക്കാർ പോകും. 3 കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ. ബാക്കിയുള്ളവരൊക്കെ പല ജോലികളും ചെയ്യുന്നവരാണ്. ഞാൻ അതാ പറഞ്ഞത്, ലോകത്ത് 3% ആൾക്കാർ അല്ലെങ്കിൽ 5% ആൾക്കാരേ ഉള്ളൂ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ലിവിങ്ങിലേക്ക് വരുന്നവർ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തിങ്ക് ഡിഫറെൻ്റ്ലി. നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അവർ വേണം, അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ജെനുവിനായിട്ട് ആ ജോലി ചെയ്യുന്ന, അതിൻ്റെ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. And I respect that. I totally respect that. They are amazing people. Without them, we cannot have a system. We cannot have a proper solutions. There are a lot of people who sacrifice and they love their job. They love to do it and they are ready to do it as a service. അത്തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ പോകാൻ പാടുള്ളൂ. അതല്ലാതെ ഞാൻ ഈ ചിന്തിക്കുന്ന രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. Do you agree with me? Can you agree with me? Many people can agree, many people can disagree. Let's agree to disagree. No issue. And I'm just trying to have the perspective. അതായത് ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞ് എന്തോ വലിയ സംഭവമാക്കിയിട്ട്, അത് വലിയൊരു സംഗതിയാക്കിയിട്ട് കൊണ്ടുപോകുന്ന, അത് മാത്രമാണ് സംഗതി, അത് കിട്ടിയേ അടങ്ങും, അത് കിട്ടിയേ ജീവിക്കും, അതിനു വേണ്ടി ഒരു 10-15 വർഷം വേസ്റ്റ് ആക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ഡോണ്ട് ഡു ദാറ്റ്. ദാറ്റ്സ് സ്റ്റുപ്പിഡ്, ദാറ്റ്സ് ഇഡിയോട്ടിക്, ദാറ്റ്സ് നോട്ട് റൈറ്റ്. ആക്ച്വലി യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. ബിക്കോസ് ഞാനത് പറയുമ്പം, ആ വേർഡ് പറയുമ്പോൾ വിഷമിക്കരുത്. ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? ജനങ്ങളെ സേവിക്കാനാണോ, അതല്ല നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഗവൺമെൻറ് ജോബ് പേരിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണോ എന്ന് ശരിക്കും ആലോചിക്കുക. ഓക്കെ, എനിവേ, ഗവൺമെൻറ് ജോബിനെ കുറിച്ച് ഞാൻ ഇത്രയും പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്താ വെച്ചാൽ അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നോ വൈ സീക്രട്ട് സ്റ്റുഡൻസ്. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നിങ്ങളെപ്പോഴും ഒരു എംപ്ലോയർ ആവാൻ ശ്രമിക്കുക, ഒരു എൻ്റർപ്രനോറിയൽ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ട്, ഒരു ഗവൺമെൻറ് ജോലി ഉണ്ട്, ഓക്കെ, ഗോ ഫോർ ഇറ്റ്, ഐ അപ്രീഷിയേറ്റ്. അത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു സോഴ്സിൽ നിന്നുള്ള വരുമാനം കൊണ്ട് രക്ഷപ്പെടില്ല. ഒന്നിലധികം സോഴ്സിൽ നിന്നുള്ള വരുമാനം വേണം. ഇപ്പോൾ ഒരു ബിസിനസ്സോ സംഗതികളോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഒന്നിലധികം വരുമാന മാർഗം വേണം. 7 സ്രോതസ്സിൽ നിന്നുള്ള വരുമാന മാർഗം ഉണ്ടെങ്കിലേ നിങ്ങൾ സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നേടുകയുള്ളൂ. തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. എങ്ങനെയാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇതിനാണ് നമ്മൾ എന്താ വെച്ചാൽ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെറും ചെറിയ എമൗണ്ട് പ്രൈസിൽ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ കൊടുക്കുന്നത്. അതായത് എന്താണത്, ആ ചെറിയ പ്രൈസ് എന്താണ്? 1399 രൂപ, 15,000 രൂപയ്ക്ക് കൊടുക്കുന്ന ഓൺലൈൻ കോഴ്സാണ്. നമ്മൾ അബ്സല്യൂട്ട്ലി വളരെ ചെറിയ കോസ്റ്റിൽ എന്താണ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ പങ്കെടുത്തോളൂ. ഇന്നത്തെ സെഷന് തന്നെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ, നോ ഡൗട്ട് ആ പ്രോഗ്രാം നിങ്ങൾ ശരിക്കും ഒരു ബിസിനസ് മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് ബിസിനസ്സുകൾ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങളിപ്പോൾ ബിസിനസ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇത് 2 കാറ്റഗറിയിലാണ്. ഒന്നിലധികം വരുമാന സ്രോതസ് ഉണ്ടാക്കണമെങ്കിൽ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പോലും ആ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും, എന്താണ് ബിസിനസ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ബിസിനസ്സുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ബിസിനസ്സിലെ ഓരോ മെത്തേഡുകൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യും, ആ ബിസിനസ് ഡൗൺ ആവുകയാണെങ്കിൽ അവർക്ക് ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം, സംഗതികൾ കൊടുക്കാൻ പറ്റും. അവർ നിങ്ങളെ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബിസിനസ് മെക്കാനിസത്തെക്കുറിച്ച് നിങ്ങൾക്ക് നോളജ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കം ആൻഡ് അറ്റൻഡ് ദാറ്റ് വർക്ക്ഷോപ്പ്, ജോയിൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 8086007775 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. 1399 രൂപയുള്ള 5 ദിവസത്തെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ബിസിനസ്സിനെ കുറിച്ച് മാത്രം. ഡെപ്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കറണ്ട് ബിസിനസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൊത്തം സോൾവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ഗ്രോ ചെയ്യാനും പ്രോഫിറ്റ് കൂട്ടാനും വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ എങ്ങനെ ചെയ്യണം, നിലവിലുള്ള ബിസിനസ്സിനെ എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം, അത് പറയും. അതേപോലെ തന്നെ നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ്, ഒരു സെയിൽസ് ടീമിനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അവരെങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റും, അവരെങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു സെയിൽസ് പിച്ച് ഡിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ സെയിൽസ് പ്രോസസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സെയിൽസ് ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. പുറമെ നമ്മൾ ഒരു ടീം ലീഡറായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കം ആൻഡ് ജോയിൻ ദ ബിസിനസ് വർക്ക്ഷോപ്പ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. ഓക്കെ, അത് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ വെയിറ്റ് ഫോർ ദാറ്റ് ക്ലാസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
ഒരു അക്കൗണ്ടന്റിന് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീർച്ചയായിട്ടും പഠിപ്പിക്കാം. ഒരു അക്കൗണ്ടന്റിന് 2 രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകിൽ എന്താ വെച്ചാൽ ഒരാളുടെ കൂടെ പാർട്ണർഷിപ്പിൽ പോയിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം ഏത് ബിസിനസ്സാണോ ചെയ്തത് അതിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ പാർട്ണറായിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഞാൻ കൈകാര്യം ചെയ്യും. കാരണം ബിസിനസിന്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫൈനാൻസ് ആണ്. അത് പ്രോഫിറ്റബിൾ ആയിട്ട് സേഫ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരുപാട് ബിസിനസ് മാൻമാരുടെ പ്രശ്നമാണ്. മണി മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ട് പലർക്കും. അപ്പോൾ ആ ഏരിയയിൽ നിങ്ങൾക്ക് വളരെ വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ഒരു ബിസിനസ് ആശയമുള്ള ഒരാളെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരാളോട് ബിസിനസ് ആശയം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിവുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ 100% ഞാൻ ഹെൽപ്പ് ചെയ്യാൻ, സംഗതികൾ ചെയ്യാം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾറെഡി ഒരു ബിസിനസ്സുകാരൻ ഉണ്ട് എങ്കിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫിനാൻസിന്റെ കാര്യത്തിൽ, അപ്പോൾ അദ്ദേഹത്തോട് പറയേണ്ടത് നിങ്ങളുടെ ബിസിനസിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻസ് ക്ലിയർ അല്ല എന്നുള്ളത്. അത് മൊത്തം ഞാൻ ക്ലിയർ ആക്കി തരാം, എനിക്ക് ഇത്ര % പാർട്ണർഷിപ്പ് തന്നാൽ മതി. തുടക്കത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ 20% പാർട്ണർഷിപ്പ്, 10% പാർട്ണർഷിപ്പ് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബിസിനസ്സിലേക്ക് കയറൂ. എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് പറയാം, ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് പാർട്ണർഷിപ്പ് കൂട്ടി തരണം എന്ന് വേണമെങ്കിൽ പറയാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ബിസിനസ് ചെയ്തിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം യു ക്യാൻ സ്റ്റാർട്ട് അനദർ ബിസിനസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഫ്യൂച്ചറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നിങ്ങൾക്കൊരു അക്കൗണ്ടിങ് സർവീസ് പ്രൊവൈഡ് ചെയ്തൊരു ബിസിനസ് തുടങ്ങാം. എത്രയോ ബിസിനസ്സുകാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് സർവീസ് അക്കൗണ്ട്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, കാരണം ഇന്ന് GST സംഗതികൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് അടയ്ക്കേണ്ടതും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടതും നിർബന്ധമായ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് വീക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർവീസ് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാം. അവരോട് പറയാം, നിങ്ങളുടെ അക്കൗണ്ടിങ് സർവീസ് ഞങ്ങൾ ചെയ്തു തരാം, ഞാൻ ചെയ്തു തരാം, അതിന് ഇത്ര % നിങ്ങൾ എന്ത് ചെയ്താൽ മന്ത്ലി വരുമാനം ചെയ്തു തന്നാൽ മതി. നിങ്ങൾക്കറിയോ, അക്കൗണ്ടിങ് സർവീസ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് സർവീസ്, ഫിനാൻഷ്യൽ സ്ട്രാറ്റജി, ഇങ്ങനെയുള്ള സംഗതിയിൽ ഒരുപാട് സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിച്ച് പഠിപ്പിച്ച് ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബിസിനസ് മാൻമാർക്ക് ആവശ്യം എന്താ വെച്ചാൽ അവരുടെ നിലവിലുള്ള ഫിനാൻസ് ഡാറ്റ എടുത്തിട്ട്, അക്കൗണ്ട് സർവീസ് മാത്രമല്ല, അക്കൗണ്ട്സ് കൊടുക്കുന്നു, അതേപോലെ ടാക്സ് ചെയ്യുന്നു, അതിന് പുറമെ അവരുടെ ബിസിനസ് മൊത്തം പഠിച്ചിട്ട്, അതിൻ്റെ ഫിനാൻസ് ഡാറ്റ പഠിച്ചിട്ട്, ആ ഡാറ്റയിൽ നിന്ന് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കണം. കാരണം ബിസിനസ്സിൽ ഇപ്പോഴത്തെ പണത്തെ നോക്കിയിട്ട് വേണം ഭാവി പ്രെഡിക്റ്റ് ചെയ്യാൻ. അതിനുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സർവീസ് ചാർജായിട്ട് പേ ചെയ്യാൻ തയ്യാറും, ഒരു ക്ലയൻറ്റ് വരെ. മനസ്സിലാവുന്നുണ്ടോ? 80 മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ഓൾറെഡി ഈ പറഞ്ഞിരിക്കുന്ന 80,000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു അക്കൗണ്ടിന്. ഐ എം ഓൾറെഡി പെയ്ഡ്. $80,000 നമ്മളെന്ത് വെച്ചാൽ പേ ചെയ്ത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ബിക്കോസ് അവർ അത്രയും നല്ല സർവീസ് നമുക്ക് തരും, അതിന് അവർക്ക് കൊടുത്തേ പറ്റൂ. ഐ എം റെഡി ടു പേ. How can you solve business people's problem and create a solution? Thousands of ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഒരു ക്ലയൻറ്റ് പേ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് ചെയ്താൽ നടക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ടൗണിലേക്ക് പോകേണ്ടി വരും. അവിടെയുള്ള ഏറ്റവും നല്ല കണക്ഷൻസ് അതൊന്നും പെട്ടെന്ന് കിട്ടൂല. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് 2,000 രൂപ മിനിമം വാങ്ങിക്കാം, 5,000 രൂപ മിനിമം വാങ്ങിക്കാം, 10,000 രൂപ വരെ വാങ്ങിക്കാം നിങ്ങളുടെ നാട്ടിൻപുറത്ത് നിന്നിട്ട്. യു ഗോട്ട് ഇറ്റ്? ഒരു ക്ലയൻറ്റിൽ നിന്ന് ഒരു മാസം 10,000. അങ്ങനെ 5 or 10 ക്ലയൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വരുമാനം എത്രയാണ്? യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വരിക, എന്നിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പേയ്മെൻറ്റ് ഇവിടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് അയക്കാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും വരിക. ഓൺലൈൻ ക്ലാസ് ആണ്, രാവിലെ 8 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു 10 മണി വരെ ഉണ്ടാവും, ഒരു 9 വരെയാണ് ക്ലാസ് ഉണ്ടാകും, പിന്നെ ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, വരാം, പങ്കെടുക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് മന്ത് മിനിസ്റ്റർ ഓഫ് പ്രിപ്പറേഷൻ, ക്യാൻ ഐ ജോയിൻ ആഫ്റ്റർ ദാറ്റ്? ആയിഷമില പറയുന്നു നിങ്ങൾക്ക് എക്സാം ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മന്ത് ആണ്. നെക്സ്റ്റ് മന്തിൽ മിഡിലല്ലേ എക്സാം വരുന്നത്. അപ്പോൾ ഡോണ്ട് വറി, അതിന് പ്രിപ്പറേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സെഷനിൽ 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഒരു സെഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് ഈ സംഗതി തീരും. അതോ 5 ദിവസത്തിൽ രാവിലെ 6 മണിക്കാണ് 8 മണിക്കാണ് സെഷൻ നടക്കുന്നത്. ആ ഒരു 1.5 മണിക്കൂർ മാത്രമാണ് സെഷനുള്ളത്, 1.5-2 മണിക്കൂറിനടുത്ത്. ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം. ബാക്കി സമയം മൊത്തം നിങ്ങൾ പ്രിപ്പറേഷൻ മാറ്റി വെച്ചോളൂ, അതിലേക്ക് പഠിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്തോളൂ, ഈ ഒരു ഓഫർ ഇപ്പോഴേ കിട്ടുള്ളൂ. ഇതൊരു ലോഞ്ചിങ് ഓഫറാണ്, ഇപ്പോഴേ കിട്ടുള്ളൂ ഈ പ്രൈസിന്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ്സ് അവൈലബിൾ ആണ്. ഈ റെക്കോർഡ്സ് നമ്മൾ അയച്ചു തരും. എല്ലാവർക്കും റെക്കോർഡ്സ് അവൈലബിൾ ആണ്. ഈ റെക്കോർഡ്സ് നമ്മൾ എന്താ വെച്ചാൽ 10 ഡേയ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ചില റെയർ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ഡേയ്സ് ആഡ് ചെയ്ത് തരും, എന്തെങ്കിലും റെയർ കേസ് ഉണ്ടെങ്കിൽ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കം ആൻഡ് ജോയിൻ ആൻഡ് ലേൺ ഫ്രം മീ. ഓക്കെ, സോ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ബിസിനസ് ഐഡിയാസ്. യു ഗോട്ട് ഇറ്റ്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. അപ്പം ചോദിച്ചതിന് ഉത്തരം കിട്ടിയല്ലോ. ഇതേപോലെ ഏത് മേഖലയിലുള്ള ആൾക്കാരും ചിന്തിക്കുക, തിങ്ക് ക്രിയേറ്റീവ്ലി. വെരി ഗുഡ്.
അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ പേയ്മെൻറ്റ് അടക്കേണ്ടത് ഗൂഗിൾ പേ ചെയ്യേണ്ടത് 8086007775 എന്ന നമ്പറിലേക്കാണ്. സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ആ 5 പകരം ലാസ്റ്റ് 1 ചേർത്തിട്ടുള്ള നമ്പറാണ്. ആ നമ്പറിലേക്ക് അയക്കുക. ഓക്കെ, നമുക്ക് ബാക്ക് ടു ക്ലാസ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ വി വർ ടോക്കിംഗ് അബൌട്ട് ബിസിനസ് സീക്രട്ട് സ്റ്റുഡൻറ് സിംപ്ലി. ഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് മോർ വെൽത്ത്. സമ്പത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്ക് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ബ്ലോക്ക് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും, വെൽത്ത് ബ്ലോക്ക് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്, അബണ്ടൻ്റ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്, നമ്മൾക്ക് ദാരിദ്ര്യം മനസ്സിൻ്റെ, അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, പ്രോഡക്റ്റ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞു, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ട്, പ്രയാസമുണ്ട്. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഇല്ലായ്മയുടെ ഫീലിങ്ങിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കരുത്. ഉണ്ട് എന്നുള്ള ഫീലിംഗ് ഉണ്ട്. ഞാൻ ഓൾറെഡി റിച്ച് ആണ്, ഞാൻ ഓൾറെഡി അബണ്ടൻ്റ് ആണ്, ഞാൻ ഓൾറെഡി സമ്പൽ സമൃദ്ധനാണ്, ഞാൻ ഓൾറെഡി ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അയാൾ ഹാപ്പിയാണ്. അയാൾക്ക് ഇല്ലായ്മയുടെ പ്രശ്നമുണ്ടോ? ഇല്ലായ്മയുടെ ചിന്തയുണ്ടോ? ഇല്ലായ്മയുടെ ഫീലിംഗ് ഉണ്ടോ? യെസ് ഓർ നോ? ഈ മാസം 28 ഏപ്രിൽ 28 ഈ മാസം 28, മാർച്ച് 28. ആകെ 2 ദിവസം കൂടി ഉള്ളൂ. ഇന്നത്രേ 27 ആണോ? Which date is this today? Today is like 27, right? 26. ഇന്ന് 26 ആണ്. അപ്പോൾ ഈ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും കൂടി ഉള്ള രജിസ്ട്രേഷൻ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും പങ്കെടുക്കാറ്. പിന്നെ ഡാറ്റ കളക്ഷൻ പ്രോസസ് നടക്കും. സോ എനിവേ, പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന പോവർട്ടി ഈസ് പ്രോഡക്റ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് നല്ല, അപ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയാണ്. എനിക്കൊന്നും ഇല്ല എന്ന് ചിന്തിച്ചാലും എനിക്ക് എല്ലാം ഉണ്ട് എന്ന ചിന്തയിലേക്ക് എത്തണം. എനിക്ക് പണമില്ല എന്ന് ചിന്തിച്ചാൽ പണമില്ലെങ്കിലും എനിക്ക് പണത്തിന് വാല്യൂ ഉള്ള ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന മൈൻഡ് ഉണ്ട്. നിങ്ങൾ റിച്ച് ആണോ? ആർ യു റിസോഴ്സ്ഫുൾ? ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന കഴിവിനെ പേരുന്നാണ് റിസോഴ്സ്ഫുൾനെസ്. അത് നിങ്ങളുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റിയാണ്. മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റി, നിങ്ങളുടെ മൈൻഡിലുള്ള പ്രത്യേകത എന്താണ്? ഇൻ്റലിജൻസ് എന്ന് പറയും. എന്താണ് ബുദ്ധി? ബുദ്ധി എന്ന് പറയുന്നതിന് മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാനുള്ള കഴിവിനെയാണ് ബുദ്ധി, അല്ലേ? ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ കാണാൻ കഴിയണം. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? ഇന്ന് എത്ര വരെ പേയ്മെൻറ്റ് അലൗഡ് ആണ്? ലൈക്ക് ഈവനിങ് ലാസ്റ്റ് എനിക്ക് തരാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 10 PM. അതുവരെ നിങ്ങൾ പേയ്മെൻറ്റ് അലൗഡ്. ജസ്റ്റ് മേക്ക് ദ പേയ്മെൻറ്റ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പേയ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക കേട്ടോ, പരമാവധി. ആർക്കെങ്കിലും 5 PM വരെ പേയ്മെൻറ്റ് അലോ ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. പേയ്മെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മാത്രം എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ തരാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ എനിക്ക് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും ഉള്ള പ്രോബ്ലംസ്, സംഗതികൾ ശരിക്കും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അതിന് ക്രിയേറ്റീവായി, ഉള്ളിലല്ല ലൈഫിലുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അതിന് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് സൊല്യൂഷൻ കാണുന്നതിനെയാണ് പറയുക നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കാണാൻ കഴിയണം, അതൊരു ഇൻ്റലിജൻസ് ആണ്, ബുദ്ധിയുള്ള ഒരാളായിട്ട് നമ്മൾ പറയുക അങ്ങനെയാണ്, അല്ലേ? എന്ത് കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻസ് കൊണ്ടുവരാൻ കഴിയുന്ന, സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ജോലിയാണോ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ബുദ്ധി എന്ന് പറയും. അപ്പോൾ പലർക്കും പല ബുദ്ധിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ബുദ്ധി, ഇൻ്റലിജൻസ്, ഇതിനെ പറയും ക്രിയേറ്റിവിറ്റി എന്ന് പറയും. എബിലിറ്റി ടു ക്രിയേറ്റ് എന്നുള്ള വേർഡാണ്. അതായത് ക്രിയേറ്റിവിറ്റി, എബിലിറ്റി എന്ന് പറയുന്ന വേർഡിലെ ആ വേർഡിനെയും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന വേർഡിനെയും ഒരുമിക്കുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. സൃഷ്ടിക്കാനുള്ള കഴിവിനെയാണ് പറയുക. എബിലിറ്റി ടു ക്രിയേറ്റ് ആണ് ക്രിയേറ്റിവിറ്റി, സൃഷ്ടിക്കാനുള്ള കഴിവ്. എവിടെ നിന്ന് സൃഷ്ടിക്കാൻ? ഒന്നുമില്ലായ്മയെന്ന് സൃഷ്ടിക്കാനുള്ള കഴിവ്. ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, പക്ഷേ ഈ ലോകത്തെല്ലാം ഉണ്ട്, ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? മൈൻഡുണ്ട്. ഈ മൈൻഡിൻ്റെ ഏറ്റവും വലിയ കഴിവാണ് ക്രിയേറ്റിവിറ്റി. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, സൃഷ്ടിക്കാൻ പറ്റും. ആ സൃഷ്ടിക്കാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബിസിനസ് ഇല്ല, നിങ്ങളൊരു പ്ലാൻ ഐഡിയ ചിന്തിക്കുന്നു. ഓക്കെ, ഇങ്ങനൊരു ബിസിനസ് തുടങ്ങി ഇങ്ങനെ സംഗതികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വരുമാനം ഉണ്ടാക്കാം, അതിന് എനിക്ക് ഇന്ന ആൾക്കാരെ വേണം, ഇതൊന്നും ഇപ്പം ഇല്ല. പക്ഷെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പൈസയില്ല, അപ്പോൾ പൈസയുള്ള ഒരാളടുത്ത് പോയിട്ട്, പൈസ ഒരുപാട് സമ്പത്തുണ്ട് അയാളുടെ അടുത്ത്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, അയാളോട് പോയിട്ട് പറയുന്നു എൻ്റെ അടുത്തൊരു ബിസിനസ് ആശയമുണ്ട്,
ആ ബിസിനസ്സിലേക്ക് എനിക്കിപ്പോൾ പൈസയില്ല, ആ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇത്ര ലാഭം ഉണ്ടാക്കും. അപ്പോൾ അതിനുള്ള ജോലിക്കാരാണ്. അതെൻ്റെ അടുത്ത് വേറൊരാളുണ്ട്, അയാൾ പോയിട്ട് എന്ത് ചെയ്യും, അയാളോട് ജോലിക്ക് വരാൻ പറയും. അയാളോട് ജോലിക്ക് വരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അയാൾക്ക് ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനം കൊടുക്കും. അതൊരു ചിലവ് നമ്മളിപ്പോൾ ആ ചിലവ് ചെയ്തിട്ട്, ആ ചിലവും കഴിച്ചിട്ട് അയാൾ ആ ജോലി ചെയ്തിട്ട്, ആ വർക്ക് ചെയ്തിട്ട് അത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും. കസ്റ്റമറുടെ അടുത്ത് പൈസ വരും. ആ പൈസയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ്, ഒരു 10% അല്ലെങ്കിൽ 20% ഞാൻ നിങ്ങൾക്ക് തരാം. ആർക്ക് പൈസ തന്നാൽ കൊടുക്കുന്നു. കസ്റ്റമർ എന്ത് ചെയ്യുന്നു, കസ്റ്റമറുടെ പൈസ തരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ആൾ അയാൾ ജോലി തരുന്നു. നിങ്ങളടുത്ത് എന്താ ഉണ്ടായിരുന്നത്? യു വർ സീറോ. യു ക്രിയേറ്റഡ് എ ബിസിനസ് ഔട്ട് ഓഫ് സീറോ. യു ക്രിയേറ്റഡ് മണി ഔട്ട് ഓഫ് സീറോ. ആൻഡ് ദാറ്റ്സ് കോൾഡ് റിസോഴ്സ്ഫുൾനെസ്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള കഴിവാണ്. യെസോ ഹലോ ഡു യു അഗ്രി വിത്ത് മീ? ഈസ് ഇറ്റ് ഈസി? ഈസ് ഇറ്റ് ചാലഞ്ചിങ്? റിസ്ക് ആണ്. പക്ഷേ ഉറപ്പുള്ള ഐഡിയാസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളടുത്ത് എല്ലാത്തിനും പൈസ വേണ്ട, അതാ രസം. ചില സംഗതികൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ചില സംഗതികൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയുമോ? അതിന് വല്ല ഇൻവെസ്റ്റ്മെന്റും ആവശ്യമുണ്ടോ? കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമോ? ആൾക്കാർക്ക് ഇങ്ങനെ നിങ്ങളുടെ കൂടെ കൂടും. ആൾക്കാർ നിങ്ങളുടെ അടുത്ത് എങ്ങനെ വാങ്ങിക്കും? ഹെൽപ്പ് ദം. ആദ്യം എന്താ പറയുക, ഒരു സാമ്പിൾ കൊടുക്കുക. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പേയ്മെന്റ് തരും. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ സാധനം എത്തിച്ചു തരാം. നിങ്ങളിപ്പം ആദ്യം എന്ത് ചെയ്താൽ മതി, ഇത്ര രൂപ പേയ്മെന്റ് തന്നാൽ മതി, അഡ്വാൻസ് ആയിട്ട് ഇത്ര പേയ്മെന്റ് തന്നാൽ മതി. സംഗതികൾ നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് പേയ്മെന്റ് ഇത്ര വാങ്ങുന്നു, 50% വാങ്ങുന്നു. 50% വാങ്ങിയിട്ട് ആ പൈസ എന്തിനുള്ള ചിലവാണ്? നമുക്ക് സാധനം വാങ്ങാനുള്ള ചിലവാണ്. ബാക്കി 50 എന്നിട്ട് അത് അവിടെ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബാക്കി തന്നാൽ മതി എന്ന് പറയുന്നു. നിങ്ങൾ ജോലിക്ക് പോകുന്ന പോലെ തന്നെയാണ്, ജോലിയുടെ സർവീസ് കൊടുക്കുന്ന പോലെ തന്നെയാണ്, അല്ലേ? ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ഐഡിയാസ് റിക്വയർഡ് ഫോർ ലൈക്ക്, മനസ്സിലാവുണ്ടോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് വിത്ത് ക്രിയേറ്റിംഗ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇല്ലായ്മയിൽ അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു മൈൻഡ് ഉണ്ട്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മൈൻഡ് ഉണ്ട്. ആ മൈൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള മൈൻഡുള്ള നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനല്ലേ ആവണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇല്ലായ്മയുണ്ടോ? പ്രശ്നമുണ്ടോ? ഇനി എന്തൊക്കെ ഉണ്ട്? നിങ്ങളുടെ കണ്ണ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾ കിഡ്നി വിൽക്കുകയാണെങ്കിൽ എത്ര കിട്ടും? നിങ്ങളുടെ കൈകൾ വിൽക്കുകയാണെങ്കിൽ എത്ര കിട്ടും? നിങ്ങളുടെ കാലുകൾക്ക് എത്ര വില കിട്ടും? യെസ് ഓർ നോ? നിങ്ങൾ ഓൾറെഡി കോടീശ്വരനാണ്. അതിൻ്റെ വാല്യൂ ഒന്ന് ഇട്ട് നോക്ക്. അപ്പോൾ ഇല്ലായ്മ പറയണ്ട. നിങ്ങൾക്ക് അപ്പോൾ ഇല്ല, ഞാൻ ജസ്റ്റ് അതൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, അത് വിൽക്കണം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഓൾറെഡി നമ്മളൊക്കെ റിച്ചാണ്, കോടീശ്വരന്മാരാണ്, അത്രയും വാല്യൂ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും ഉണ്ടാകുക. നമ്മളുടെ അടുത്ത് എല്ലാം നല്ല അടിപൊളി സംഗതി, നമ്മൾ തീരെ ഇല്ലാത്തവരല്ല. യു ഗോട്ട് ഇറ്റ്? ഇൻഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് പോവർട്ടി ആൻഡ് ഡെപ്റ്റ്. ഈ നന്ദിയില്ലായ്മ ദാരിദ്ര്യം കൊണ്ടുവരും. ശ്രദ്ധിക്കുക, ബ്ലോക്ക് റിമൂവ് ചെയ്യാനുള്ള സംഗതിയാണ്. നന്ദി ഇല്ലാതിരിക്കരുത്. എപ്പോഴും താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഒരു ഓട്ടോക്കാരനോടാണെങ്കിലും താങ്ക് യു സോ മച്ച്. വേറെ ആരോടാണെങ്കിലും താങ്ക് യു സോ മച്ച്. ആരോടും, ചെറിയ ആൾക്കാരോടും വലിയ ആൾക്കാരോടും എല്ലാവരോടും താങ്ക്സ് പറയാം. ചെറുതോ വലുതോ ഒന്നുമില്ല, എല്ലാവരോടും താങ്ക്സ് പറയാം. സാധാരണക്കാരാണെങ്കിലും സാധാരണ ജോലിക്കാരാണെങ്കിലും എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാവണം. ലൈഫിൽ എപ്പോഴും ഫീൽ ചെയ്യുക. വ്യക്തികളോട് പറയാമെന്ന് മാത്രമല്ല, നമുക്കില്ല ഇല്ല എന്നുള്ള പരാതി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, യൂണിവേഴ്സിന് കേൾക്കുന്ന ഫീലിംഗ് എന്താണ്? നമ്മളിൽ നിന്ന് പോകുന്ന നമ്മുടെ മൈൻഡിൽ എന്താ ഉള്ളത്? ഇല്ല 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 ഇല്ല, എനിക്കില്ല, എനിക്ക് പ്രശ്നങ്ങളാണ്, എനിക്ക് ബുദ്ധിമുട്ടുകളാണ്, എനിക്ക് പ്രയാസങ്ങളാണ്, എനിക്ക് സംഗതികളാണ്. ഇൻഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് നന്ദിയില്ലായ്മ. ഇത്രയും ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ട്, ഇന്നത്തെ നമ്മുടെ മെഡിറ്റേഷൻ എന്തായിരുന്നു? ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു, അല്ലേ? മെഡിറ്റേഷനിൽ പങ്കെടുത്തവർക്കറിയാം എന്തൊക്കെ ഡെപ്തിൽ നമ്മൾ പോയി. അപ്പോൾ ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവരുത്. മനസ്സിലാവുന്നുണ്ടോ? ഹെൽത്തിൻ്റെ കാര്യം മൈൻഡ് സെറ്റ് മാറ്റിയാൽ റെഡിയാവും. ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ഡെപ്തിൽ നല്ല രീതിയിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാം. നന്ദിയില്ലായ്മ ഉണ്ടായിരുന്നു. നന്ദിയില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈനിങ് മോഡ്, പരാതി പറയുന്ന, മനസ്സിൽ പരാതി ഫീൽ ചെയ്യുക, സങ്കടങ്ങൾ ഫീൽ ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ജീവിതത്തിൽ ആരോഗ്യമാണെങ്കിലും
സമ്പത്താണെങ്കിലും എല്ലാ മേഖലയിലും നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. എനിക്കില്ലല്ലോ ഇല്ലല്ലോ 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 എനിക്ക് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ, അത് നടക്കുമോ, ഇതിങ്ങനെ നടക്കുമോ, അങ്ങനെ സംശയം ഇങ്ങനെ സംശയം, അത് റെഡിയാവില്ലേ ഇത് റെഡിയാവില്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഗ്രാറ്റിറ്റ്യൂഡാണ്. റെഡിയാകും 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 റെഡിയാകും, എങ്ങനെയെന്നറിയില്ല, റെഡിയാകും എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം. ഹോപ്പിലേക്ക് എത്തണം, ഫെയ്ത്തിലേക്ക് എത്തണം. എനിക്കറിയില്ല എങ്ങനെ, പക്ഷെ റെഡിയാകും റെഡിയാകും. ഇറ്റ്സ് എ ബിലീഫ് ദാറ്റ് യു ഗിവ്. മിറക്കിൾസ് സംഭവിക്കുന്ന അങ്ങനെ, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. തോട്ട് അബൌട്ട് വെൽത്ത് വിൽ അട്രാക്ട് വെൽത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും വെൽത്ത് ക്ലാസ് നാളെ കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതും കഴിഞ്ഞിട്ട് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ച് പറയേണ്ട അടിപൊളി സംഗതിയാണ്, പറഞ്ഞു തരേണ്ടത് കേട്ടോ, എന്താണ് മണി ബ്ലൂ പ്രിന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മൾ ഇനിയും ക്ലാസ് എടുക്കും. ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, യൂസ്ഫുൾ ആണോ അത്? വെൽത്ത് സമ്പത്തുണ്ടാക്കുന്ന ഈ ക്ലാസ് അടിപൊളി ക്ലാസ് ആണ്. ഇസ് ഇറ്റ് എൻജോയബിൾ? ഡു യു ലവ് ഇറ്റ്? ആർ യു എൻജോയിങ് ഇറ്റ്? യെസ്, അടിപൊളി, പ്രൊഡക്റ്റീവ് ആണ്, ഗുഡ് ക്ലാസ്, യൂസ്ഫുൾ, താങ്ക് യു, ഇൻട്രസ്റ്റഡ്, വെരി ഗുഡ് വെരി ഗുഡ്. ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നൽകുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾ വരിക, കേൾക്കുക, പഠിക്കുക കേട്ടോ. മറക്കരുത്, നമ്മുടെ കോഴ്സ് വരുന്നുണ്ട്. കോഴ്സിലേക്ക് എന്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പേയ്മെന്റുകൾ അടയ്ക്കുക, രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. യു കൻ ഓൾസോ വെൽക്കം, പ്ലീസ് വെൽക്കം ആൻഡ് ജോയിൻ. ബിസിനസ് ആണ് പഠിപ്പിക്കുന്നത്, വെറും 1399 രൂപയുള്ളൂ. കം ആൻഡ് ജോയിൻ. ഡോണ്ട് വറി, ഇറ്റ്സ് നോട്ട് എ ബിഗ് എമൗണ്ട്. വലിയൊരു എമൗണ്ട് ആയിട്ട് കരുതേണ്ട, അത് വലിയ എമൗണ്ട് അല്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ EFT പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിന് മുൻപുള്ള ബിസിനസ് പല പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടാകും. ഒരു എമൗണ്ട് കിട്ടില്ല, ഓൺലൈനായിട്ട് കൊടുക്കുന്നത് കൊണ്ടും ലോഞ്ചിങ് ഓഫർ ആയതുകൊണ്ടും നൽകുന്നതാണ്. കം ആൻഡ് യൂസ് ഇറ്റ്, ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി, യു വിൽ നെവർ ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് ട്രെയിനിങ്. ഇത്രയും എനർജിയുള്ള, ഇത്രയും എനർജി പാക്ഡ് ആയിട്ടുള്ള, ഇത്രയും നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്ന, മൈൻഡ് ഷിഫ്റ്റ് ചെയ്യുന്ന, ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്യുന്ന, ഇത്രയും ഇൻറ്റൻസീവായിട്ട് ഡെപ്തിലേക്ക് പോകുന്ന, ആഴത്തിൽ പഠിപ്പിക്കുന്ന, നിങ്ങളുടെ ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ഡെപ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ, പ്രാക്ടിക്കൽ വഴികൾ പറഞ്ഞു തരുന്ന 10 years ഓഫ് ബിസിനസ് എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള അറിവുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട്, മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹൺഡ്രഡ്സ് ഓഫ് എംപ്ലോയീസ് മാനേജ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ആണ് ഈ അറിവ് നൽകുന്നത്. സോ കം ആൻഡ് അറ്റൻഡ് ആൻഡ് ചേഞ്ച് യുവർ ബിസിനസ് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വേണം. ഓക്കെ, സജിത പറയുന്നു, സാറിൻ്റെ നമ്പർ തരുമോ? നിങ്ങൾ കോഴ്സിലേക്ക് വരൂ, ഐ വിൽ ഗിവ് യു മൈ നമ്പർ. ഓക്കെ, കോഴ്സിലേക്ക് വരൂ, കം ആൻഡ് ജോയിൻ, വി വിൽ ഡു ഇറ്റ്. ഓക്കെ ഓക്കെ, സോ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം, നമ്മൾ നേരിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ, സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക, ഡിസ്കസ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു വിഷ്വലൈസേഷൻ കൊടുത്തിട്ട് നമുക്ക് പിരിയാം അല്ലേ? ഒന്ന് കണ്ണടച്ചിരുന്നേ. ഇന്നത്തെ ഒരു പുതിയൊരു ദിവസം, അടിപൊളി ഒരു ദിവസം. ജസ്റ്റ് ഒരു ചെറിയൊരു 2 minutes ഒന്ന് ചാർജ് ആക്കാം. ഓക്കെ, റെഡി? ലെറ്റ്സ് ഗോ. ഓക്കെ, റെഡി? ഓക്കെ, റിലാക്സ്, ടേക്ക് എ ഡീപ് ബ്രെത്ത്. റിലാക്സ്. നന്നായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. Take a deep breath and breathe out. One more time, take a deep breath and breathe out. One more time, take a deep breath and breathe out. പതിയെ നിങ്ങൾ ഈ ഒരു സെഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കൈകൾ മുറുകെ പിടിക്കുക. ഓക്കെ, കൈകൾ മുറുകെ പിടിക്കുക, 2 കൈകൾ മുറുകെ പിടിക്കുക, മുഷ്ടി ചുരുട്ടി പിടിക്കുക, നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കുക, മാക്സിമം ടൈറ്റാക്കി പിടിക്കുക. ഓക്കെ, മാക്സിമം ടൈറ്റാക്കി പിടിക്കുക. നിങ്ങളിങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിറയ്ക്കണം, ആ രൂപത്തിൽ മാക്സിമം ടൈറ്റാക്കി പിടിക്കുക. ഓക്കെ, ജസ്റ്റ് മാക്സിമം ടൈറ്റായി പിടിച്ചിട്ട് പതിയെ കണ്ണുകൾ അടച്ചോളൂ. കണ്ണുകൾ അടച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന സംഗതിയാണ്. എനിക്ക് വരുമാനം ഉണ്ടാക്കണം, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ നീക്കണം, എൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കണം, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നേടണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനുള്ള ടീം എൻ്റെ കൂടെയുണ്ട്, ഗൈഡ് ചെയ്യാൻ മെൻറ്ററുണ്ട്, സപ്പോർട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, ആൾക്കാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ മതി. ഈ യൂണിവേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ യൂണിവേഴ്സ് എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്, എനിക്ക് വേണ്ട അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു മോർണിംഗ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത് എനിക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ലോ ഓഫ് അട്രാക്ഷനാണ് വർക്ക് ചെയ്തത്. ആ സംഗതിയിൽ നിന്ന് വന്നിട്ട് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ആശയങ്ങൾ കിട്ടുന്നുണ്ട്, ഐഡിയാസ് കിട്ടുന്നുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എനിക്ക് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ ഈ വരുന്ന ആശയങ്ങൾ, ഈ സംഗതികൾ, ഇതെനിക്ക് യൂണിവേഴ്സ്
യൂണിവേഴ്സ് തരുന്ന ഈ ഒരു അവസരങ്ങൾ, ഈ പ്രപഞ്ചനാഥന് പ്രപഞ്ചശക്തി എനിക്ക് തരുന്ന അവസരങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തണം. അപ്പോഴാണ് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ആ റെസ്പെക്റ്റ് ചെയ്ത് ഞാൻ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യും, പഠിക്കും, വർക്ക് ചെയ്യും, എഴുതും, വീണ്ടും പഠിക്കും, വീണ്ടും പ്ലാൻ ചെയ്യും. അതിന് വേണ്ടിയിട്ട് പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കി കോഴ്സുകൾ പഠിക്കാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് രാവിലെ പകലില്ലാതെ ഇരുന്ന് പഠിക്കാൻ തയ്യാറാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ മനസ്സിലേക്ക് നിരന്തരം പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിന്നും ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട്, ചെറിയ ചിന്താഗതി, ലിമിറ്റിംഗ് തിങ്കിങ് ഒക്കെ ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് പോസിറ്റിവിറ്റി നിറച്ചുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിരന്തരം ഞാൻ എഫേർട്ട് എടുക്കും, പ്ലാൻ ചെയ്യും, അത് മാത്രം ചിന്തിക്കും. സമ്പത്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലേക്ക് സമ്പത്ത് കൂടുതൽ വരാനുള്ള വഴികൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ റെഡിയാണ്. മുറുകെ പിടിക്കുക, കൂടുതൽ കൈകൾ മുറുകെ പിടിച്ചിട്ട് ഫീൽ ചെയ്യുക, മാക്സിമം ഫീൽ ചെയ്യുക. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കത് നേടിയെടുക്കാൻ പറ്റും, എനിക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. യെസ് ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. ദിസ് ഈസ് മൈ ലൈഫ് ആൻഡ് ഐ ആം ഗോയിങ് ടു ക്രിയേറ്റ് ഇറ്റ്. ഇതെൻ്റെ ജീവിതമാണ്, ഞാനത് സൃഷ്ടിച്ചെടുത്തിരിക്കും. ഇതെനിക്ക് പോസിബിൾ ആണ്. എൻ്റെ കുടുംബത്തിന് ഏറ്റവും മികച്ച രീതിയിലുള്ള സൗകര്യങ്ങൾ നൽകാൻ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ, എൻ്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകാൻ, എൻ്റെ മാതാപിതാക്കൾ ഏറ്റവും നല്ല രീതിയിലുള്ള യാത്രകൾ ചെയ്യാൻ, തീർത്ഥയാത്രകൾ ചെയ്യാൻ, എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, എല്ലാ വസ്ത്രം ധരിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല ജീവിത നിലവാരത്തിലൂടെ ജീവിക്കാൻ, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട്, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതുന്ന രീതിയിലേക്ക് ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തിരിച്ചു വരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാനല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്, എൻ്റെ ജീവിത പങ്കാളിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്നെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിന് വേണ്ട അറിവ് നേടാൻ, കഴിവ് നേടാൻ ഞാൻ റെഡിയാണ്. ഐ ആം റെഡി ടു ചേഞ്ച് മൈ മൈൻഡ്. മൈ മൈൻഡ് ഈസ് അബണ്ടൻറ്റ്. എൻ്റെ മൈൻഡ് സമ്പൽ സമൃദ്ധിയുടെ, ഇല്ലായ്മയുടെ മനസ്സിൽ നിന്ന് മാറി സമ്പൽ സമൃദ്ധിയുടെ, ഉള്ളതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡുള്ള പ്രാക്ടീസ് ചെയ്യുന്ന മനസ്സാക്കി ഞാൻ മാറ്റുകയാണ്. യെസ് ഐ ക്യാൻ ഡു ദിസ് ആൻഡ് ഐ വിൽ ഡു ദിസ്. എനിക്കിത് പോസിബിളാണ്, എന്നെക്കൊണ്ട് ഇത് സാധിക്കും, ഞാൻ മാറും. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ തയ്യാറാണ്, അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, അതിന് വേണ്ടിയിട്ട് നിരന്തരം ഇരുന്ന് എഫേർട്ട് ഇടാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ചേഞ്ച് മൈ ലൈഫ്. ഞാൻ റെഡിയാണ്, ഞാൻ മാറാൻ തയ്യാറാണ്, ഞാൻ കോച്ചബിളാണ്, ഞാൻ പഠിക്കാൻ തയ്യാറാണ്, ഞാൻ എന്നെ മാറ്റും, എൻ്റെ വിധി ഞാൻ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരും. എനിക്കതിനുള്ള സപ്പോർട്ടുണ്ട്, പ്രപഞ്ചനാഥൻ്റെ സപ്പോർട്ടുണ്ട്, ബ്ലെസ്സിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അറിവുകൾ എന്നിലേക്ക് വരുന്നത്, അവസരങ്ങൾ എന്നിലേക്ക് വരുന്നത്. Take a deep breath and breathe out. And one more time, take a deep breath and breathe out. One more time, take a deep breath and breathe out. Take a deep breath. Breathe out. കൈകളെ കൂട്ടി തരുമ്പോൾ ദേഹത്ത് വെക്കുക. താങ്ക് യു സോ മച്ച്. ഫീൽ ദാറ്റ് എനർജി, വൈബ്രേഷൻ. ഗോ ഫോർ ഇറ്റ്, വർക്ക് ഹാർഡ്, ചേഞ്ച് യുവർ ലൈഫ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു? ഇസ് ഇറ്റ് പവർഫുൾ? റെഡി? എക്സൈറ്റഡ്? ഹൗ ഇസ് ഇറ്റ്? എന്താണ് ഫീലിങ്സ് ഒന്നും പറയാൻ കഴിയൂല, അത് തന്നെ. ചിലരുടെ കണ്ണൊക്കെ ചുമന്നിട്ടുണ്ട്, ചിലരുടെ കൈയൊക്കെ ഇങ്ങനെ വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. 100% പവർഫുൾ. താങ്ക് യു. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗോ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, പറഞ്ഞതുപോലെ മറക്കരുത്. ഈ സെഷൻ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക, അവരെ ഗ്രൂപ്പുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ. എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇല്ലാത്തവർക്ക് വലിയ മിസ്സായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ചില ഹസ്ന എല്ലാം കിട്ടിക്കഴിഞ്ഞു. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ടു സപ്പോർട്ട് യു ഗൈസ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വലിയ സന്തോഷമുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ. നിങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിലപ്പെട്ട സമയം അത് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ തരാൻ കഴിയുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, നമുക്ക് വർക്ക് ചെയ്യാം. ഇതൊരു എഫേർട്ടാണ്, നമ്മളിങ്ങനെ ട്രൈ ചെയ്യാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ മാറും, അപ്പം മാറുമ്പോൾ സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ലോകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ബി അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Go and change your life. Okay, bye. See you tomorrow.
പിന്നെ കോഴ്സിൽ കാണാൻ മറക്കരുത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുന്നവരുള്ളവർ ഉടനെ ജോയിൻ ചെയ്യുക കേട്ടോ. തീരുമാനം എടുക്കാൻ വൈകരുത്. ഇപ്പോൾ ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ചിന്തിക്കും, ഓ ഇത് അന്ന് എടുത്താൽ മതിയായിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ദുഃഖിക്കരുത് കേട്ടോ, ഇന്നത് പഠിച്ചാൽ മതിയായിരുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതാ തോന്നാൻ പോകുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ കോഴ്സിലേക്ക് വരുന്ന ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും 5 വർഷം മുമ്പ് പഠിച്ചാൽ മതിയായിരുന്നു, ഇപ്പോൾ ഇവിടെ എത്തിയാനാണ്, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് പഠിച്ചതിന് എടുത്തതിന്. അപ്പോൾ ആ ഫീലിങ്സ് വേണ്ട. ഡു ഇറ്റ് നൗ. കം ആൻഡ് join. Okay? Have a great day.